Yes, good evening everyone. Good evening, Magli. Good evening, good evening, good evening. Yes, അപ്പോൾ എല്ലാവരും മെക്കീൻ അടിപൊളിയായിട്ട് സുഖമായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുന്നു. മിസ്സായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കണം കേട്ടോ. ഓക്കെ, ഗുഡ് ഈവനിങ്. യെസ്, അപ്പൊ ഇന്നത്തെ എക്സാം ഒക്കെ കുറെ പേര് ഇന്ന് എക്സാം ഉള്ള ഒരു മക്കൾ ഉണ്ടായിരിക്കല്ലോ. അപ്പൊ ഇന്നത്തെ എക്സാം ഒക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടോ, എങ്ങനെയാണെന്നുള്ളത് വേഗം 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 നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് കമന്റ് സെക്ഷനിൽ വേഗം പറയൂ കേട്ടോ. ഓക്കെ, ഇന്നത്തെ എക്സാം ഇന്ന് കുറെ പേർക്ക് എക്സാം ഉണ്ടായിരുന്നു. അപ്പൊ എക്സാം എഴുതി വന്നവരുണ്ടെന്നുണ്ടെങ്കിൽ യെസ് എങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് പറ്റിയോ, എങ്ങനെയാണ് നിങ്ങൾക്ക് പെർഫോമൻസ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയോ എന്നുള്ളതെല്ലാം വേഗം 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 നമ്മുടെ ചാറ്റ് ബോക്സിൽ വേഗം പറയാ. യെസ്, അതെ ഇന്നത്തെ എക്സാം ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ എക്സാം എഴുതിയവർ വേഗം ഓടി വന്നിട്ട് പറയാം. യെസ്, ഗുഡ് ഈവനിങ് എവരിവൺ, ഗുഡ് ഈവനിങ്. യെസ്, ആദിത്യൻ ഓക്കെ, ആൻസർ ടഫ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ആദിത്യന്. ഓക്കെ സാറിന് പോട്ടെ, എന്നാലും ഒരുവിധം ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോടാ, ഒരുവിധം ചെയ്യാനായിട്ട് പറ്റിയോ? മാക്സിമം എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ആൻസർ ക്യൂ കൂടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഓക്കെ, കുഴപ്പമുണ്ടാവില്ല, ഇനിയിപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാലും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും പറയുകയാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ബിക്കോസ് ഓൾസോ നിങ്ങൾ എഴുതിയിട്ടുള്ള ആൻസറും കൂടെ അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ള മാർക്കും കൂടെ പോകരുത്. അതുകൊണ്ട് നെഗറ്റീവ് മാർക്സ് ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മ വേണം കേട്ടോ. ഓക്കെ ഓക്കെ, റെഡി. യെസ്, അപ്പൊ നാളെ കുറെ പേര് എക്സാം എഴുതാൻ പോകുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ആണ് മക്കളെ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നുണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് അധികം കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യണം, ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ചധികം ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, റെഡി. യെസ്, അപ്പൊ റെഡി ആണ്, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. യെസ്, കെമിസ്ട്രി മോഡലൊക്കെ മാറിയിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നതെന്ന് പറയുന്നുണ്ട് ആദിത്യൻ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഫിസിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? യെസ്, 7. ഓക്കെ 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 ഓക്കെ, യെസ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് മാക്സിമം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പൊ എഗെയിൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിന് പോകുന്നതിനെക്കാട്ടും മുന്നേ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അഗെയിൻ പ്രാക്ടീസ് ചെയ്യുക. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യുക. ഏറ്റവും നിങ്ങൾക്ക് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഓർത്ത് വെക്കണം എന്നുണ്ട്. നിങ്ങൾ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ഐഡിയയും കൂടെ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ആക്കാൻ വേണ്ടി ഓൾമോസ്റ്റ് നമ്മൾ കുറേ അധികം ക്വസ്റ്റ്യൻസ്, കുറേ മാരത്തൺ ലൈവുകൾ നിങ്ങൾ കണ്ട് നിങ്ങൾ സെറ്റ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. ആൻഡ് അഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ എഫേർട്ട് നമ്മൾ എവിടെയും എന്ത് ചെയ്യരുത്, വിട്ടുകൊടുക്കരുത്, നമ്മൾ ഗിവ് അപ്പ് ചെയ്യരുത്. നമ്മൾ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഓക്കെ യെസ്, കുറെ പേർക്ക് ടഫ്. ഓക്കെ, മാത്സ് ലെങ്തി ആയിരുന്നു എന്ന് കേൾക്കും. ഓക്കെ, ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ എല്ലാവർക്കും ഇനിയിപ്പോ വരുന്നവർക്കും അതേപോലെ തന്നെ ആവണം നിർബന്ധമില്ല. അപ്പൊ നിങ്ങൾ അതിൽ കേട്ട് ഇനി ഡെസ്പ് ആവൊന്നും വേണ്ട. മാക്സിമം നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പൊ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടേ ഇരുന്നോളൂ കേട്ടോ. ഓക്കെ യെസ്. എടാ, തിയറി റിവിഷൻസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിന് ലൈവ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ ചാനലിൽ പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിയറി റിവിഷൻസ് അവിടെ ചെയ്യുന്നുണ്ട്. തിയറി ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് എല്ലാം അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ആ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള തിയറിയും റിവിഷൻസും അതിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റൂ കേട്ടോ. ഏത് ചാപ്റ്ററിന്റെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ റെഡി. യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റെഡി? ഓക്കെ ആണ്? ഓക്കെ യെസ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഇന്ന് എന്താണ് ലൈവ് എന്ന് ചോദിക്കണം. ഇന്ന് ആക്ച്വലി നമുക്ക് ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ആണ് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു ഏറ്റവും നമുക്ക് എത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയോ അത്രയും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്. അല്ലെ, അത്രയും നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ വീണ്ടും നമ്മൾ ഇടുക. നമ്മൾ ഗിവ് അപ്പ് ചെയ്യരുത്. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക, മാക്സിമം റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു റിവിഷൻ ക്വസ്റ്റ്യൻസ് എന്നുള്ള സെഷനിലാണ് നമ്മൾ ഇന്നത്തെ സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. എഗെയിൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ഇതേ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതാണ്. അല്ലെ, നിങ്ങൾക്ക് റിവിഷൻ ചെയ്യണം, നിങ്ങൾക്ക് ചെയ്യണം എന്നുള്ളതുകൊണ്ട് മാത്രം നമ്മൾ എഗെയിൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ റിവിഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ഓക്കെ ചെയ്യാം. റെഡി? ഓക്കെ റെഡി കേട്ടോ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കി നോക്കാം. റെഡി? ദെൻ നമുക്ക് നോക്കി നോക്കൂ. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ഡയമെൻഷൻ ഓഫ് മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ ഡയമെൻഷൻ എന്താണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. എന്താണ് മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അപ്പൊ മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലെ. മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ അറിയാം. എപ്പോഴും ഡയമെൻഷണൽ ഫോമിലൊക്കെ ചോദിക്കുന്ന സമയത്ത് കുറെ അധികം ഡയമെൻഷണൽ ഫോമില ചോദിക്കും. ഇതേപോലെ മൊബിലിറ്റിന്റെ ചോദിക്കും അല്ലെ, അതല്ലെങ്കിൽ തെർമൽ, ഓരോ കോഎഫിഷ്യന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ മൾട്ടിപ്പിൾ ടൈംസ് ഇതുപോലെ ഉണ്ടാവുന്ന യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് വരുന്ന ഡയമെൻഷണൽ അനാലിസിസ് ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ. അപ്പൊ എന്ത് സംഭവമാണെന്നുണ്ടെങ്കിലും എപ്പോഴും ഈ ഡയമെൻഷണൽ ഫോമുലാസ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നേരെ ഇക്വേഷൻ എഴുതുക, എന്നിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻസ് എല്ലാം ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പറ്റും. മാത്സ് ലെങ്തി ആയിരുന്നു എന്നാണ് അപ്പൊ ഇന്ന് പറയാം. മാത്സ് നല്ല ടഫ് ആൻഡ് ലെങ്തി ആയിരുന്നു എന്നാണ് കേട്ടത്. ഓക്കെ, ദെൻ ഫിസിക്സ് എങ്ങനെയായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് പറയാൻ പറ്റുമോ? എനിക്ക് അറിയാനായിട്ടുള്ളൊരു ആഗ്രഹം കൊണ്ട് ചോദിക്കണം. ഫിസിക്സ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് എഴുതാൻ പറ്റുമോ എന്നുള്ളതൊന്ന് വേഗം പറയൂ കേട്ടോ. ഓക്കെ, മാത്സ് ഓക്കെ, അത് കുഴപ്പമില്ല. ഇപ്പൊ എല്ലാവരും പറയുന്നു മാത്സ് ടഫ് ആണെന്ന് പറഞ്ഞു മിസ്സേ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നാളെ ടഫ് ആയിരിക്കും എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അങ്ങനെയൊന്നും പേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ഓക്കെ, യെസ്, ചെയ്യാൻ പറ്റൂ കേട്ടോ. ഓക്കെ, റെഡി, യെസ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളത് എന്താണ്, മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ ഇക്വേഷൻ ആണ് വേണ്ടത്. സോ നിങ്ങൾക്ക് അറിയാം അബ്സിലോൺ ഇസ് ഈക്വൽ ടു എം ഡി ഐ ബൈ ഡി ടി ആണ് എന്നുള്ളത് നമുക്ക് അറിയാം. വേറെ എം എന്ന് പറയുന്നതാണ് ഇവിടെ മ്യൂച്വൽ ഇൻഡക്ടൻസ്. സോ മ്യൂച്വൽ ഇൻഡക്ടൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, യെസ്, എം ഇസ് ഈക്വൽ ടു അബ്സിലോൺ ഡി ടി ബൈ ഡി ഐ എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഒരു അബ്സിലോൺ എന്ന് പറയുന്നത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ആണ് അല്ലെ, അല്ലെങ്കിൽ EMF ആണ്. പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലെ, W is equal to QV ആണ്. സോ അങ്ങനെയാണെങ്കിൽ V is equal to എന്ത് ചെയ്താൽ മതി, W by Q ചെയ്താൽ മതി. അപ്പൊ അബ്സിലോണിന്റെ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡയമെൻഷണൽ ഫോമുല കിട്ടാൻ വേണ്ടിയിട്ട് W by Q ചെയ്യുക. W എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ആണ്. വർക്കിന്റെ ഡയമെൻഷണൽ ഫോമുല നിങ്ങൾക്ക് അറിയാം, ദാറ്റ് ഈസ് ml² T⁻⁻² ആയിരിക്കും. അത് ഡിവൈഡഡ് ബൈ ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക, ചാർജ് I is equal to Q by T ആണ്. സോ Q is equal to I into T ആ വരിക. Therefore T into എന്ത് വരും, യെസ്, ആംപിയറും വരും. അപ്പൊ ഇത് നമ്മളൊന്ന് കമ്പൈൻ ചെയ്ത് അതിലേക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ml² T⁻³ അല്ലെ, താഴെ ഉണ്ടാവുന്ന T⁻1 മുകളിലേക്ക് വരുമ്പോൾ T⁻1 ആവും. അത് ഇൻറ്റു -2 ദാറ്റ് ഇസ് T⁻3 A⁻1. ഇതാണ് എന്തെന്ന് പറയുന്നത് പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷണൽ ഫോമുല. ഇനി നേരെ എന്ത് ചെയ്താൽ മതി, യെസ്, മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ ഡയമെൻഷണൽ ഫോമുല നമുക്ക് സുഖമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്ത് ചെയ്യാം, M is equal to അബ്സിലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്, യെസ്, ml² T⁻3 A⁻1 ഇൻറ്റു ഡി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ T ആണ്, ഡിവൈഡഡ് ബൈ കറണ്ടിന്റെ A ആണ് വരിക. ഓക്കെ, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കൂ. ദാറ്റ് ഇസ് ml² T⁻2 A⁻2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദിസ് ഇസ് ദ ഡയമെൻഷണൽ ഫോമുല ഫോർ മ്യൂച്വൽ ഇൻഡക്ടൻസ്. ഇതാണ് മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ ഡയമെൻഷണൽ ഫോമുല വരിക. റെഡി, സിമ്പിൾ അല്ലേ, യെസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോക്കിക്കോളാം, യെസ്, ഏതായിരിക്കും kcorrect ആയിട്ടുള്ള ആൻസർ വരിക, യെസ്, ml² T⁻2 A⁻2 ദാറ്റ് ഇസ് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കുക. എടാ, ഇന്ന് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ, റിവിഷൻ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. റിവിഷൻ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ ഈ ലൈവ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം ഉണ്ടായിരിക്കും. അപ്പൊ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, യെസ്, എഗെയിൻ നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയാസ് ആണ് എന്നുള്ളത് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ആ ഐഡിയക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ എഗെയിൻ നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നേരെ പോയിട്ട് ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ആ ഏരിയാസ് ഒന്ന് റിവൈസ് ചെയ്യുക കേട്ടോ. ഓക്കെ, യെസ്, സിയാനാണ് പറഞ്ഞത് നമ്മൾ ഇന്ന് റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എക്സാമിന്റെ തലേദിവസം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അത് നിങ്ങൾ മാക്സിമം ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, യെസ്. സോ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നുണ്ടായിരിക്കാം, യെസ്, a pure inductor of inductance is 0.1 Henry. Okay, അപ്പോൾ പ്യൂർ ഇൻഡക്ടർ ആണ് വന്നിരിക്കുന്നത്. ഇൻഡക്ടൻസിന്റെ വാല്യൂ 0.1 ഹെൻറി ആണ്, which is connected to an AC source of RMS voltage which is 220 volt ആണ് and angular frequency of 300 Hz. Okay, then RMS current എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ of course നിങ്ങൾക്ക് അറിയാം IRMS കാണാനായിട്ടുള്ള ഇക്വേഷൻ നമുക്കറിയാം. സിമ്പിൾ ഇക്വേഷൻ, that is IRMS is equal to VRMS divided by അവിടെ ഉണ്ടാവുന്ന ഇംപിഡൻസ് ചെയ്താൽ മതി. സോ ഹിയർ നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് എ പ്യൂർ ഇൻഡക്ടർ അല്ലേ. പ്യൂർ ഇൻഡക്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഇംപിഡൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ദാറ്റ് ഈസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എക്സൽ വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എക്സൽ ആയിരിക്കും വേണ്ടിയിട്ട് വരിക. സോ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എക്സൽ വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഓൾസോ VRMS നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടോ, യെസ്, RMS വാല്യൂ വോൾട്ടേജ് തന്നിട്ടുണ്ട്. VRMS is 220 വോൾട്ടേജ് ആണ് അല്ലെ. VRMS തന്നിട്ടുണ്ട് 220 വോൾട്ടേജ് ആണ്. പിന്നെ എന്താ തന്നിട്ടുള്ളത്, ആൻഡ് ആംഗുലർ ഫ്രീക്വൻസി, യെസ്, അവിടെ ഉണ്ടാവുന്ന ഫ്രീക്വൻസി 300 ഹെഡ്സ് ആണ്. അത് ആക്ച്വലി നോർമൽ ഫ്രീക്വൻസി ആണ് എന്നുള്ളത്, ദാറ്റ് ഇസ് 300 ഹെഡ്സ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഒമേഗ എനിക്ക് ഇവിടെ കണ്ടുപിടിക്കാം. ബിക്കോസ് XL is equal to L ഒമേഗ ആണ്. അപ്പൊ എല്ലിന്റെ വാല്യൂ ഓൾറെഡി 0.1 ഹെൻറി എന്നുള്ളത് തന്നിട്ടുണ്ട്. സോ ഒമേഗ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, XL കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എനിക്ക് ആദ്യം കണ്ടുപിടിക്കണം, ഒമേഗ കണ്ടുപിടിച്ചിട്ട്
അതിന്റെ ഇക്വേഷൻ എന്ത് ചെയ്യുക, അതിന്റെ വാല്യൂ നല്ല എക്സൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് IRMS കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഒമേഗ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒമേഗ ഈക്വൽ ടു 2πf അല്ലേ, ഒമേഗ ഈക്വൽ ടു 2πf ആണ്. സോ ഇവിടെ ആണെങ്കിൽ 300 × 2π ചെയ്യുക, ദാറ്റ് ഈസ് 600 π എന്ന് പറഞ്ഞിട്ട് കിട്ടും. 600 π ആണ്. ഓക്കെ, ഇനി എൽ ഒമേഗ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്, LHS ഈക്വൽ ടു 0.1 ഹെൻറി ആണ്. L is equal to 0.1 ഹെൻറി ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ് ഈസ് 0.1 × 0.1 L is equal to 0.1 ഹെൻറി ആണ്. അതുകൂടെ മാർക്ക് ചെയ്തോളൂ. L is equal to 0.1 ഹെൻറി ആണ് വരിക. ആൻഡ് ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. അതിന്റെ വാല്യൂ എടുത്തിട്ട് നേരെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് L എന്ന് പറയുന്നത് 0.1 × 600 π അല്ലേ, അതായത് 1/10 ആ വരിക. അപ്പോൾ 1/10 ഒരു 0 കട്ട് ചെയ്ത് പോയിട്ട് 60 π എന്ന് പറഞ്ഞിട്ട് വരും. XL is equal to എത്രയാണ് വരിക, 60 π ആണ്. ബുദ്ധിമുട്ടില്ല, ഓക്കെ ആണ്. യെസ്, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി എടാ ഇവിടെ തന്നിട്ടുള്ളത് ഇപ്പൊ ചില സമയത്ത് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസിൽ ചില മിസ്റ്റേക്സ് ഒക്കെ വരാമല്ലോ. ഇവിടെ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് തന്നിട്ടിരിക്കുന്നത് ആ ഫ്രീക്വൻസിന്റെ വാല്യൂ നോക്കി നോക്കിയേ, 300 ഹെഡ്സ് എന്നല്ലേ. ഹെഡ്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി എഫിന്റെ യൂണിറ്റ് അല്ലേടാ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സാധാ ഫ്രീക്വൻസി തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എഫ് എടുത്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ രണ്ടാമത് കണ്ടുപിടിക്കുക. ഓക്കെ, പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഹായ്, ഗുഡ് ഈവനിങ്. ഓക്കെ, റെഡി. ഓക്കെ, ചെയ്യാലോ. യെസ്, സോ നമുക്ക് നോക്കാം. VRMS ഡിവൈഡഡ് ബൈ XL ആണ്. VRMS എന്ന് പറയുന്നത് എത്രയായിരിക്കും? VRMS is 220 ആണ്. ഓക്കെ, 220 ആണ് ഡിവൈഡഡ് ബൈ XL എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു, which is equal to 60 π ആണ്. സോ 0 എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ കട്ട് ചെയ്ത് കളയാം. ഓൾസോ നിങ്ങൾ നോക്കി നോക്കുക, 22 6 നമുക്ക് എന്ത് ചെയ്യാം, 2ന്റെ മൾട്ടിപ്പിൾസിൽ കട്ട് ചെയ്ത് പോവാം. 11/3 π എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, സോ 11/3 π ആയിരിക്കും, അത്രയും ആംപിയർ ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്ന IRMS വരാം. റെഡി, ക്ലിയർ? യെസ്. സോ അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നോക്കി നോക്കടാ. യെസ്, ഓപ്ഷൻ ഇ 11/3 π ആംപിയർ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ. എടാ, ഇന്നത്തെ എക്സാം അറ്റൻഡ് ചെയ്തവര് നിങ്ങൾക്ക് ഫിസിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് പറയോ? ഫിസിക്സ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയോ? എങ്ങനെ ചെയ്യാൻ പറ്റിയെന്നൊന്ന് പറയോ? അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കട്ടെ, എങ്ങനെയാണ് ചെയ്തത്? എടാ, അങ്ങനെയൊന്നും പറയല്ലേ അശ്വിതയല്ല, അശ്വൽ അങ്ങനെയൊന്നും പറയല്ലേ കേട്ടോ. ഇല്ല, ചായ കുടിച്ചിട്ടില്ല. യെസ്, അതൊന്നും കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഇത് ഒരു എക്സാമിന് നിങ്ങൾക്ക് കുറച്ച് ടഫായെന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും ഡെസ്പ് ആവരുത് കേട്ടോ മക്കളെ. നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എപ്പോഴും ഒരു സാധനം നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടണമെന്നില്ല. നമ്മൾ അതിന് മാക്സിമം ട്രൈ ചെയ്യുക. വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഒരു സാധനം കിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് ടഫായെന്ന് വിചാരിച്ചാൽ അതിന് ടെസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ടഫായെങ്കിലും ഇനി ഫൈനലി നിങ്ങളുടെ വരുന്ന സമയത്ത്, റിസൾട്ട് വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ. യെസ്, സോ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാലോ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. യെസ്, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. In an LCR series circuit, the impedance is minimum when angular frequency of the source is given by. Okay, impedance resonance circuit ൽ നിങ്ങൾക്ക് അറിയാം, resonance condition എന്ന് പറഞ്ഞാൽ impedance minimum എന്ന് പറഞ്ഞാൽ resonance condition അല്ലേ. resonance conditionൽ angular frequency എങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമുക്ക് ഒറിജിനൽ ഇക്വേഷൻ നമുക്കറിയാം. അത് ആ ഇക്വേഷൻ വന്നത് എങ്ങനെയാണെന്നുള്ളത് ഇക്വേഷൻ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് അറിയാം. അതല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാറടാ? Yes, very good. Every try, every fail, പിന്നെ try one day success. Yes, അതന്നെ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആ ഒരു സ്പിരിറ്റിൽ പോവാ. ഓക്കെ, യെസ്. സോ ദെൻ നെക്സ്റ്റ് നോക്കി നോക്കടാ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി അറിയാം ആംഗുലാർ ഫ്രീക്വൻസി എങ്ങനെയാണെങ്കിൽ റെസൊണൻസ് കണ്ടീഷനിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ റെസൊണൻസ് കണ്ടീഷനിൽ ഉണ്ടാവുന്ന കണ്ടീഷൻസ് ഇട്ട് കൊടുത്തിട്ട് എങ്ങനെയാണ് ഇക്വേഷൻസ് വരണേ എന്നുള്ളത് മിസ് പറഞ്ഞുതരാം. ഓൾറെഡി നമുക്ക് അറിയുന്ന ഇക്വേഷൻ ഒമേഗന്റെ ഇക്വേഷൻ ഈസ് 1/√LC ആണ് വരിക. 1/√LC ആണ് വരിക. ഇനി അത് എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇക്വേഷൻസ് നേരെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുത്ത് നോക്കാം കേട്ടോ. ഓക്കെ, റെഡി? യെസ്, അപ്പൊ നോക്കി നോക്കൂ. when XL is equal to XC എന്ന് പറയുന്ന കണ്ടീഷൻസ് നമുക്ക് ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് എന്ത് വരും? യെസ്, XL is equal to XC ആണ്. XL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു L ഒമേഗ. XC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/C ഒമേഗ ആണ്. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി ഗോട്ട്, അതായത് ഒമേഗ ഉള്ളതെല്ലാം ഒരു സൈഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/LC എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ ഒമേഗ ഇസ് ഈക്വൽ ടു എന്താണ് വരിക? 1/√LC
റൂട്ട് എൽ സി എന്നാണ് വരിക. 1/√LC എന്ന് വരിക. ഇതാണ് റെസൊണൻസ് കണ്ടീഷനിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഒമേഗ അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ വരിക. ഇതിന്റെ ഒപ്പം തന്നെ ഞാൻ ആംഗുലാർ ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ കിട്ടി, അല്ലെങ്കിൽ റെസൊണൻസ് ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടി. അതുപോലെ സിംപ്ലി എന്താണ് ഫ്രീക്വൻസിന്റെ ഇക്വേഷൻസ് കൂടെ പറഞ്ഞുതരാം. എന്താണ് ഫ്രീക്വൻസി വരിക റെസൊണൻസ് കണ്ടീഷനിൽ ഉണ്ടാകുന്ന റെസൊണന്റ് ഫ്രീക്വൻസി. ഇത് റെസൊണന്റ് ആംഗുലാർ ഫ്രീക്വൻസി ആണ്. അങ്ങനെയാണെങ്കിൽ റെസൊണന്റ് ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ കൂടെ ജസ്റ്റ് ഇതിന്റെ ഒപ്പം മെൻഷൻ ചെയ്യണമെന്ന് മാത്രം കേട്ടോ. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്. 1/√LC ആണ്. അത് എങ്ങനെയാ വന്നേന്നുള്ള കാര്യമാണ് പറഞ്ഞു തന്നത്. ഒപ്പം റെസൊണന്റ് ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ കൂടെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ബിക്കോസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് റെസൊണന്റ് ഫ്രീക്വൻസിന്റെ കേസും കൂടെ ചിലപ്പോൾ ചോദിക്കാൻ അറിയണം. ഓക്കെ യെസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ നോക്കിക്കോടാ. ദാറ്റ് ഈസ് ഒമേഗ ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് അറിയാം 2πf ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു എന്താ വരിക ω/2π ആണ്. ദാറ്റ് ഈസ് 1/2π ഇൻറ്റു 1/√LC അല്ലേ. ദാറ്റ് ഈസ് 1/2π√LC എന്ന് പറയുന്നതായിരിക്കും അവിടെ ഉണ്ടാകുന്ന റെസൊണന്റ് ഫ്രീക്വൻസി. ആൻഡ് ദിസ് ഇസ് റെസൊണന്റ് ആംഗുലാർ ഫ്രീക്വൻസി. ഓക്കെ ആണ്, സെറ്റ് ആണ്. യെസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഓക്കെ യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. Some smokers trapped in a small glass container and is viewed through a microscope. Okay, glass container il korchu smoke nammal pore trap cheytha glass container nokkana. The number of very small smoke particles are seen in continuous random motion as a result of the bombardment by air molecules. If the mass of the smoke, ഇവിടെ തന്നിട്ടുള്ള ഒരു കണ്ടീഷൻ നോക്കി നോക്കൂ, മാസ് ഓഫ് ദി സ്മോക്ക് പാർട്ടിക്കിൾ ഇസ് അബൌട്ട് 10⁻12 ടൈംസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് എൻ എയർ മോളിക്യൂൾ. മാസ് ഓഫ് സ്മോക്ക് പാർട്ടിക്കിൾ തന്നിട്ടുള്ള കണ്ടീഷൻ ആദ്യം ഓർത്ത് വെച്ചോളൂ. സ്മോക്ക് പാർട്ടിക്കിളിന്റെ മാസ് എന്ന് പറയുന്നത് ഈസ് 10⁻12 ടൈംസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദി മാസ് ഓഫ് ദി എയർ മോളിക്യൂൾസ്. എയർ മോളിക്യൂൾസിന്റെ മാസിനെക്കാട്ടും 10⁻12 ടൈംസ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? യെസ്, ദ ആവറേജ് സ്പീഡ് ഓഫ് ദ സ്മോക്ക് പാർട്ടിക്കിൾ. സ്മോക്ക് പാർട്ടിക്കിളിന്റെ ആവറേജ് സ്പീഡ് എന്തായിരിക്കും എന്നാണ് കണ്ടീഷനിൽ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അറിയുന്ന എനർജി കൺസർവേഷൻ എനിക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഇവിടെ ഉണ്ടാകുന്ന രണ്ടെണ്ണത്തിന്റെയും കൈനറ്റിക് എനർജീസ് സെയിം ആണ്. അതായത് കൈനറ്റിക് എനർജി ഓഫ് ദി സ്മോക്ക് പാർട്ടിക്കിൾസ് ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് ദി എയർ പാർട്ടിക്കിൾസ് ആണ് എന്നുള്ളത് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ½ m ഓഫ് സ്മോക്ക് ഇൻറ്റു v ഓഫ് സ്മോക്ക് പാർട്ടിക്കിൾസിന്റെ സ്ക്വയർ which is equal to ½ m into m of air particles അല്ലേ, m of air particles into v of air particles in a square. ഓക്കെ ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഇനി ഇതൊന്നും എനിക്ക് കണ്ടുപിടിക്കാൻ കട്ട് ചെയ്ത് കളയാനുള്ള സംഗതിയൊക്കെ ഞാൻ ഇവിടെ തന്നെ കട്ട് ചെയ്ത് കളയാണ്. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കട്ട് ചെയ്ത് കളയുക. ദാറ്റ് ഈസ് ഹാഫ് കട്ട് ചെയ്ത് കളഞ്ഞു. ദെൻ എം സ്മോക്കും എം എയറും തമ്മിലുണ്ടാകുന്ന റിലേഷൻ നമുക്കറിയാം. നമുക്ക് വേണ്ടത് എന്താണ്? സ്മോക്ക് ഓഫ് ആവറേജ് സ്പീഡ് ഓഫ് സ്മോക്ക് പാർട്ടിക്കിൾസ് അല്ലേ. അപ്പൊ വി സ്മോക്ക് ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വി സ്മോക്ക് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു, ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എം എയർ ഡിവൈഡഡ് ബൈ എം സ്മോക്ക് into VAന്റെ സ്ക്വയർ. ഓക്കെ റെഡി? യെസ്. അപ്പൊ ചെയ്ത് നോക്കി നോക്കുക. ഇവിടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? യെസ്, ഇവിടെ ഉണ്ടാവുന്ന എം എയർ ബൈ എം സ്മോക്ക് ചെയ്യുക. ദാറ്റ് ഈസ് എം എയർ ബൈ എം സ്മോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 1/10⁻12 വരും അല്ലേ. അപ്പൊ 1/10⁻12 ഇൻറ്റു വി എയറിന്റെ സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ വി സ്മോക്ക് ഇസ് ഈക്വൽ ടു എന്താ വരിക? ഇത് വി സ്മോക്കിന്റെ സ്ക്വയറിന്റെ വാല്യൂ ആണ്. അത് വി സ്ക്വയറിന്റെ വാല്യൂ ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ വി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? അതിന്റെ റൂട്ട് എടുക്കുക. അതിന്റെ റൂട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ വാല്യൂ എന്തായിരിക്കും? 1/10⁻12ന്റെ റൂട്ട് എന്ന് പറഞ്ഞിട്ട് 1/10⁻6 വരും. അപ്പോൾ 1/10⁻6 ഇൻറ്റു വി എയർ എന്ന് പറയും. അതായത് 10⁻6 ടൈംസ് വി എയർ, അല്ലെങ്കിൽ 1/10⁻6 ടൈംസ് വി എയർ എന്ന് പറയാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 10⁻10ന്റെ ഓർഡറിലാണ്. ദാറ്റ് ഇസ് 10⁻6 ആണ് വരിക കേട്ടോ. 10⁻6 ടൈംസ് വെലോസിറ്റി ഓഫ് എയർ ആയിരിക്കും വരിക. Therefore നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഏതാണ്? യെസ്, ഓപ്ഷൻ ഡി. അല്ല, ഓപ്ഷൻ ഡിയിൽ എന്താണ്? 10⁻6 ടൈംസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ആൻ എയർ മോളിക്യൂൾ. എയർ മോളിക്യൂൾസിന്റെ ആവറേജ് സ്പീഡിന്റെ 10⁻6 ടൈംസ് ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ ആണോ? സെറ്റ് ആണ്? എഴുതാനായിട്ട് പറ്റി, ചെയ്യാനായിട്ട് പറ്റിയെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താ വരിക? ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. റെഡി? യെസ്. Then next ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. യെസ്. An object having velocity 5 meter per second is accelerated at the rate of 2 meter per second square for 6 seconds. Find the distance traveled during the period of acceleration. ഈ ഒരു പീരീഡ് ഓഫ് ആക്സിലറേഷനിൽ അത് ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി യു തന്നിട്ടുണ്ട്, എത്രയാണ്? 5 meter per second ആണ്. ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട് അല്ലേ.
അപ്പോൾ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. യെസ്, അപ്പോൾ തന്നിട്ടുള്ള ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. ദാറ്റ് ഇസ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓൾസോ ടൈം ടി എന്ന് പറയുന്നത് വെച്ചാൽ 6 സെക്കൻഡ്സ് ആണ്. അപ്പോൾ എസ് ആണ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ടൈമും യുവും എയും ഒക്കെ തന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു സിംപ്ലി നമ്മുടെ ഇക്വേഷൻ എന്താണ്, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിൽ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ, അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ യു എത്രയാണ് വരിക, ദാറ്റ് ഇസ് 5 ആണ്. 5 ഇൻറ്റു 6 പ്ലസ് ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 6ന്റെ സ്ക്വയർ. ഓക്കെ ഓക്കെ, യെസ്. സോ എന്ത് വരും നോക്കി നോക്കൂ, 30 പ്ലസ് ഇവിടെ 2 കട്ട് ചെയ്ത് പോയി 36. 30 പ്ലസ് 36 വരും, ദാറ്റ് ഇസ് 66 ആയിരിക്കും വരിക കേട്ടോ. ദാറ്റ് ഇസ് 66 മീറ്റർ ഇസ് ദ റൈറ്റ് ആൻസർ. 66 മീറ്റർ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. Okay, okay. The correct answer is option D. Option D, 66 meter is the right answer. Ready? Clear? Yes. Then next question നോക്കൂ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Yes. Okay. A vehicle moving at 36 km per hour is stopped by applying brakes in the next 5 meters. If the vehicle weighs 2000 kg, determine the average force that must be applied on it. അതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആവറേജ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഫോഴ്സിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, F is equal to ma അല്ലേ? ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്, F is equal to ma ആണ്. ഓക്കെ, M നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. M ന്റെ വാല്യൂ എത്രയാണ്, which is equal to 2000 kg ആണ്. A തന്നിട്ടില്ല, പക്ഷെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റി 36 km/h എന്നല്ലേ തന്നിരിക്കുന്നത്. V is equal to 36 km/h ആണ്. അതിന് നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റു 5/18 ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 × 5 ദാറ്റ് ഇസ് 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. 10 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, വിച്ച് ഇസ് അപ്ലൈയിങ് ബ്രേക്ക് ഇൻ ദ നെക്സ്റ്റ് 5 മീറ്റർ. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് എത്രയാണ്, വിച്ച് ഇസ് ഈക്വൽ ടു 5 മീറ്റർ ആണ്. ഓക്കെ, 5 മീറ്റർ ആണെന്നുള്ള സാധനം തന്നിട്ടുണ്ട്. ഓക്കെ, the vehicle stopped by applying force എന്നല്ലേ, സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. therefore ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. ഇനീഷ്യൽ വെലോസിറ്റി ആണ് തന്നിരിക്കുന്നത്. സോ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്, ഇതിലുള്ള വെലോസിറ്റിക്ക് നിങ്ങൾ യു എന്ന് മറ്റേ സെപ്പറേറ്റ് ആയിട്ട് യു തന്നെ കൊടുത്തോളൂ. ദാറ്റ് ഇസ് ഇനീഷ്യൽ വെലോസിറ്റി ആണ്, യു ഇസ് ഈക്വൽ ടു ആൻഡ് ഫൈനൽ വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ ഓക്കെ, യെസ്. ഇനി സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള നമ്മൾ വീണ്ടും v² - u² = 2s എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിൽക്കണ്ട. ആ മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ എപ്പോഴും പഠിച്ചു വെക്കാം. മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ വരിക, ദാറ്റ് ഇസ് s is equal to -u²/2a എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. ആ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. സിമ്പിൾ അല്ലേ, ഓക്കെ അല്ലേ? യെസ്, അപ്പോൾ ചെയ്ത് നോക്കാലോ. -u²/2a ആണ്. -u²/2a ആണ്. അപ്പോൾ ഇതൊന്ന് ആക്സലറേഷൻ കിട്ടണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ദാറ്റ് ഇസ് a is equal to -u²/2s. റെഡി? ഓക്കെ, യെസ്. ഇനി നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളാം. -u² എന്ന് പറയുന്ന സമയത്ത് എത്രയായിരിക്കും വരിക, -u², ദാറ്റ് ഇസ് -u² പറഞ്ഞാൽ -10ന്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ 10ന്റെ സ്ക്വയർ ദാറ്റ് ഇസ് 100 വരും. 2 × s ആണ്. s എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് 5 ആണ്. 2 × 5 ദാറ്റ് ഇസ് 10 ആണ് വരിക. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ഓക്കെയാണ്, ഓക്കെയാണ്. -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും വരിക. ഇനി നേരെ എന്ത് ചെയ്താൽ മതി, F is equal to ma ഇട്ട് കൊടുക്കുക. F is equal to ma ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്തായിരിക്കും വരിക നമ്മുടെ വാല്യൂ, ദാറ്റ് ഇസ് F is equal to മാസ് ഓൾറെഡി ഗിവൺ ആണ് അല്ലേ, മാസ് ഓൾറെഡി ഗിവൺ ആണ്. ദെൻ എന്ത് ചെയ്യുക, F is equal to ma ആണ്. ദാറ്റ് ഇസ് 2000 അല്ലേ തന്നിരിക്കുന്നത്. യെസ്, 2000 കിലോഗ്രാം ആണ്. അത് ഇൻറ്റു 10 ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 × 10⁴ വരും. 2 × 10⁴ ന്യൂട്ടൺ ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻ നോക്കി നോക്കൂ, 2 × 10⁴ ന്യൂട്ടൺ, ദാറ്റ് ഇസ് ഓപ്ഷൻ ബി അല്ലേ. ഓപ്ഷൻ ബി, 2 × 10⁴ ന്യൂട്ടൺ ഇസ് ദ റൈറ്റ് ആൻസർ. റെഡി? റെഡി? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സെറ്റ് ആണ്? ഓക്കെ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എടാ നമ്മളിത് ആക്ച്വലി ഇത് മാത്രം കാണുമെന്ന് മിസ് പറയുന്നത്, കാരണം മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് മുന്നുള്ള ലൈവിൽ നമ്മൾ കുറേ അധികം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആക്ച്വലി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇന്ന് കെമിസ്ട്രി ഇല്ലടാ, ഇന്ന് കെമിസ്ട്രി, ഇന്ന് ഫിസിക്സ് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ഓക്കെ, ഇന്നില്ല കേട്ടോ. യെസ്, അപ്പോൾ ഇതിൽ ചെയ്യാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി ചെയ്യുന്നുണ്ടായിരിക്കുക. ഓൾസോ നമ്മൾ മുന്നേയും കുറേ ക്വസ്റ്റ്യൻ സീരീസ് ചെയ്തിട്ടുണ്ട്, അതും ആ ക്വസ്റ്റ്യൻസും കാണാം. റെഡി? റെഡി? യെസ്. ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. യെസ്.
Then അടുത്ത question നോക്കുക. അടുത്ത question നോക്കിക്കോളൂ. Yes. Two masses connected in series with the two massless strings are hanging from a support as shown in the figure. Find the tension in the upper string. അല്ലെ upper stringൽ experience ചെയ്യുന്ന tension ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ lower string മാത്രമാണെന്നുണ്ടെങ്കിൽ ലോവർ മാസ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ M2 മാത്രമേ എടുക്കുള്ളൂ. അപ്പർ സ്ട്രിംഗ് എന്ന് പറയുന്ന സമയത്ത് അതിന്റെ താഴെ 2 മാസ് വരുന്നുണ്ടല്ലേ, അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടെൻഷൻ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, 2 മാസം അവിടെ ആക്ച്വലി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് 2 നമ്മൾ എന്ത് ചെയ്യണം, യെസ് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഓക്കെ യെസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാല്യൂ നിങ്ങളൊന്ന് പ്രോപ്പറായിട്ട് ചെയ്ത് നോക്കുക. ഇവിടെ തന്നിരിക്കുന്നത് മുകളിലേക്ക് ഉണ്ടാകുന്ന കേസസ് നമ്മൾ ടീം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ടെൻഷൻ കിട്ടണമെങ്കിൽ 2 മാസിന്റെ എഫക്ട് അവിടെ വരുന്നുണ്ടായിരിക്കും. സോ ടെൻഷൻ വിച്ച് ഇസ് ഈക്വൽ ടു M1G പ്ലസ് M2G ആണ്, അല്ലെങ്കിൽ M1 പ്ലസ് M2. അവിടെ ടോട്ടൽ മാസ് കാരണം ഉണ്ടാകുന്നതായിരിക്കും നമ്മുടെ ടെൻഷൻ വരിക. Therefore M1 പ്ലസ് M2 ഇൻറ്റു G ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരിക, ആൻസർ വരിക. ഓക്കെ ഓക്കെ യെസ്. Therefore കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി M1 പ്ലസ് M2 ഇൻറ്റു G ഇസ് ദ റൈറ്റ് ആൻസർ. റെഡി? സെറ്റ് ആണ്? ഓക്കെ ആണ്? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. യെസ്. A body undergoing simple harmonic motion has a maximum acceleration of. ഇതിന് maximum acceleration തന്നിട്ടുണ്ട്. SHM നെ എക്സിക്യൂട്ട് ചെയ്യണം, ഒരു മോഷൻ SHM നെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് maximum acceleration തന്നിരിക്കുന്നത് എത്രയാണ്? which is 8 pi meter per second square ആണ്. And it has a maximum speed of 1.6 meter per second. Then what is the time period? Time period ആണ് കണ്ടുപിടിക്കുന്നത്. Time period ഇക്വേഷൻ നമുക്കറിയാം, T is equal to എന്തായിരിക്കും വരിക? 2 pi by omega ആണ് അല്ലേ? ഓക്കെ ഓക്കെ യെസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ നോക്കുകയാണ്, മാക്സിമം ആക്സിലറേഷൻ എ മാക്സിമം ഇസ് ഈക്വൽ ടു എന്താണ് വന്നിട്ടുള്ളത്? ദാറ്റ് ഇസ് ഒമേഗ സ്ക്വയർ എ ആണ് നമ്മുടെ മാക്സിമം ആക്സിലറേഷൻ ഇക്വേഷൻ വരിക, വിച്ച് ഇസ് ഈക്വൽ ടു 8 pi meter per second square ആണ്. ഓക്കെ സെറ്റ് ആണ്. ദെൻ നെക്സ്റ്റ് തന്നിരിക്കുന്നത് മാക്സിമം സ്പീഡ് ആണ്, ദാറ്റ് ഇസ് വി മാക്സ് തന്നിട്ടുണ്ട്. വി മാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒമേഗ എ ആണ് നമ്മുടെ ഇക്വേഷൻ. ഒമേഗ എ ഇസ് ഈക്വൽ ടു എന്താണ് വരിക? 1.6 meter per second ആണ്. നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത് ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് കിട്ടണമെങ്കിൽ എന്തായിരിക്കും? വിച്ച് ഇസ് ഈക്വൽ ടു 2 pi by omega ആയിരിക്കും. അതിന് ആദ്യം ഒമേഗ കണ്ടുപിടിക്കണം. അപ്പോൾ ഒമേഗ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫസ്റ്റ് നമുക്ക് വാല്യൂസ് തന്നിട്ടുള്ള ഇക്വേഷൻ തന്നെ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുമടാ? യെസ്, അവിടെ ഉണ്ടാകുന്ന ഒമേഗേന്റെ വാല്യൂ കിട്ടും. അതായത് മാക്സിമം ആക്സിലറേഷൻ ഡിവൈഡ് ബൈ വി മാക്സ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ചെയ്യാലോ. അപ്പോൾ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. യെസ്, ചെയ്ത് നോക്കി നോക്കുക. ദെൻ യെസ്, that is maximum acceleration divided by എന്ത് ചെയ്യുക? വി മാക്സ് ചെയ്യുക. ദാറ്റ് ഇസ് ഒമേഗ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ ഒമേഗ എ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എ കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇവിടെ ഉണ്ടാകുന്ന ഒമേഗ സ്ക്വയറിൽ കട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഒമേഗ ഇസ് ഈക്വൽ ടു എന്ത് വരും? ഒമേഗ ഇസ് ഈക്വൽ ടു എന്താ വരിക? ഇവിടെ 8 pi ഡിവൈഡഡ് ബൈ 1.6 വരും. 8 pi ഡിവൈഡ് ബൈ 1.6 വരും. ഓക്കെ, ദാറ്റ് ഇസ് ഒമേഗ ഇസ് ഈക്വൽ ടു 8 pi divided by 1.6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80 pi divided by 16 അല്ലേ? ദാറ്റ് ഇസ് 5 pi വരും. 5 pi വരും. 80 by 16 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് 16 into 5 ആണ് 80 വരിക. ദാറ്റ് 5 pi വരും. ഒമേഗ 5 pi ആണെന്നുണ്ടെങ്കിൽ എനി ടൈം പീരീഡ് കിട്ടും. T is equal to 2 pi by omega ആണ്. ദാറ്റ് ഇസ് 2 pi by 5 pi വരും. pi എന്ത് ചെയ്യുക? കട്ട് ചെയ്ത് കളയുക. 2 by 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് 0.4 seconds. 0.4 seconds is the right answer. 0.4 second ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കാം. Okay, ready? Therefore option D അല്ലേ? Option D is the right answer. Option D 0.4 second is the right answer. Ready? Clear? Set ആണ്? Okay ആണ്? ചെയ്യാനായിട്ട് പറ്റിയല്ലോ? Okay, yes, very good Razan. Yes, very good, correct ആണ് കേട്ടോ. Okay, എടാ ഇന്ന് കെമിസ്ട്രി ഇന്ന് ലൈവ് ഇല്ല കേട്ടോ. കെമിസ്ട്രീൻ്റെ ലൈവ് ഇന്നില്ല. ഓക്കെ യെസ്, ഇന്ന് ഫിസിക്സ് ആണ് ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ ready. Then next questionലേക്ക് പോകാം. അടുത്ത questionലേക്ക് പോകാം. നെക്സ്റ്റ് question നോക്കി നോക്കുക. യെസ്, the transformer is used to convert AC to DC voltage. നമ്മൾ ട്രാൻസ്ഫോമർ ആക്ച്വലി എന്തിനാണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക? ട്രാൻസ്ഫോമറിന്റെ യൂസേജ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഒരു ഹൈ വോൾട്ടേജ് ചേഞ്ച്, അപ്പോൾ ഹൈ വോൾട്ടേജ് ടു ലോ വോൾട്ടേജിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ബേസിക്കലി എന്തെന്ന് പറയുന്നത്? യെസ്, ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് അറിയാം ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഇസ് മ്യൂച്വൽ ഇൻഡക്ഷൻ ആയിരിക്കും. ഈ സംഭവങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് പോവാ കേട്ടോ. ഓൾസോ അതിന്റെ വർക്കിംഗ് നമുക്ക് പറയാം, നോക്കി വെക്കുക. യെസ്, ഇവിടെ എന്താണ് ട്രാൻസ്ഫോമർ എന്തിനാ യൂസ് ചെയ്യാന്നാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് കൺവേർട്ട് AC ടു DC വോൾട്ടേജ്. അങ്ങനെയാണോ? AC നെ DC വോൾട്ടേജിലേക്ക് മാറ്റാനാണോ? അല്ല കേട്ടോ. ടു കൺവേർട്ട് DC ടു AC വോൾട്ടേജ്. DC നെ AC വോൾട്ടേജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണോ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുക?
ആണോ? അല്ല. ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എ സിയിലാണ് വർക്ക് ചെയ്യുള്ളൂ. എ സി വോൾട്ടേജ് കൊടുത്താലാണ് എന്ത് ചെയ്യുള്ളൂ, ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുള്ളൂ. എ സിയിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, ഡി സിയിൽ വർക്ക് ചെയ്യില്ല. ബട്ട് എന്താണ്, അത് നമ്മൾ വോൾട്ടേജിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഗതി അല്ല കേട്ടോ. ഓക്കെ, അവിടെ വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ആൻഡ് ഒബ്റ്റെയിൻ ഡിസൈഡ് ഡി സി പവർ. ഡി സി പവർ കിട്ടാനാണോ? അല്ല. ഓക്കെ, അപ്പൊ ഇതൊന്നും അല്ല കേട്ടോ. ദെൻ ടു ഒബ്റ്റെയിൻ ഡിസൈഡ് എ സി വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഡിസൈഡ് എ സി വോൾട്ടേജും കറണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ, വോൾട്ടേജും കറണ്ടും കിട്ടാം. എ സി വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണ് അവിടെ നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് ഒബ്റ്റെയിൻ ദ ഡിസൈഡ് ഡി സി വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണോ? അല്ല. അപ്പൊ therefore നമ്മുടെ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കുക. ഓൾസോ ഇതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ അതിന്റെ വർക്കിംഗ് ഒന്ന് മനസ്സിലാക്കി പോക്കോളൂ. ഞാൻ അഗൈൻ ഒന്ന് എന്താണ് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് എന്നുള്ളത് ഒന്ന് ഓർമ്മിപ്പിച്ച് തരാം. അതൊന്ന് ഇതിന്റെ ഒപ്പം റിവൈസ് ചെയ്ത് പോവാം. ഒരു ടോപ്പിക് ഇതിൻ്റെ ഒപ്പം തന്നെ റിവൈസ് ചെയ്ത് പോക്കോളൂ. നിങ്ങൾക്ക് അറിയാം, നമ്മളൊരു ട്രാൻസ്ഫോമർ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ട്രാൻസ്ഫോമർ നമ്മൾ ആദ്യം ഇനീഷ്യലി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതിനൊരു കോർ ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, യെസ്, നമ്മുടെ കോയിൽസ് ഇതുപോലെ ചുറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് എ സി വോൾട്ടേജ് കണക്ട് ചെയ്യുക. ഇൻപുട്ട് വോൾട്ടേജ് കണക്ട് ചെയ്യണതിന് എൻറ്റിനെയാണ് നമ്മൾ പ്രൈമറി എൻറ്റ് എന്ന് പറയുക. ആൻഡ് ഇവിടെ അതിനെ പോലെ തന്നെ നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്തെടുക്കുന്ന എൻറ്റ് ഉണ്ട്. ഔട്ട്പുട്ട് മെഷർ ചെയ്തെടുക്കുന്ന എൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നുണ്ടായിരിക്കുക, ദാറ്റ് ഈസ് നമ്മുടെ സെക്കൻഡറി പറയുന്നുണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ യെസ്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക, എടാ മാക്സിമം ഒരു 2 hours, മാക്സിമം ഒരു 2 hours കേട്ടോ. മാക്സിമം 8 PM വരെ ആയിരിക്കും നിങ്ങളുടെ ക്ലാസ് ഉണ്ടായിരിക്കാന്ന് വിചാരിക്കണം. ഓക്കെ, നോക്കാം. ഓക്കെ, അപ്പോൾ എ സി വോൾട്ടേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൈമറിയിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ടേൺസ് ഇസ് NP, അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് VP, അവിടെ ഉണ്ടാകുന്ന കറണ്ട് IP ആണ് വരിക. ആൻഡ് അതേപോലെ തന്നെ സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ടേൺസ് NS, അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് VS, അവിടെ ഉണ്ടാകുന്ന കറണ്ട് IS ആണ്. ഓക്കെ, ഇതിൽ എന്താ സംഭവിക്കുക നമുക്കറിയാം. ഈ ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ, ഈ ഒരു ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് വിച്ച് ഇസ് വർക്കിംഗ് അണ്ടർ മ്യൂച്വൽ ഇൻഡക്ഷൻ. അതായത് ഇപ്പൊ ഒരു കോയിൽ നമ്മൾ എടുക്കണു, പ്രൈമറി കോയിൽ എടുക്കുകയാണ്, അതിൽ നമ്മൾ AC വോൾട്ടേജ് കണക്ട് ചെയ്യാണ്. ഈ AC വോൾട്ടേജ് കാരണം അവിടെ ചേഞ്ചിങ് ആയിട്ടുള്ള വോൾട്ടേജ് ആണല്ലോ വരണേ. അപ്പൊ ചേഞ്ചിങ് ആയിട്ടുള്ള വോൾട്ടേജ് വരുന്ന സമയത്ത് അവിടെ എന്തുണ്ടായിരിക്കടാ, ചേഞ്ച് വോൾട്ടേജ് വരുന്ന സമയത്ത് അവിടെ ഫുള്ളി ഫ്ലക്സിൽ ചേഞ്ച് വരും. അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരും. ആ മാഗ്നറ്റിക് ഫ്ലക്സ് കാരണം അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. എന്താ, സെക്കൻഡറി കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ, ഈ ഒരു ഇതിന്റെ വർക്കിംഗ് പ്രകാരം എന്തായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരുന്നുണ്ടായിരിക്കും, അവിടെ ഉണ്ടാകുന്ന EMF ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ ദാറ്റ് ഇസ് VS is equal to -NS d∅dt ആയിരിക്കും. വേറെ NS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ടേൺസ്. V is equal to d∅dt എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ അതുകൊണ്ട് സെക്കൻഡറിയിൽ ഉള്ളതാണെങ്കിൽ VS is equal to -NS d∅dt. അതുപോലെ പ്രൈമറിയിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ആണെങ്കിൽ VP is equal to -NP d∅dt എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരിക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് VS/VP എന്ന് പറയുന്ന റേഷ്യോ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി, VS/VP which is equal to -NS d∅dt whole divided by -NP d∅dt എന്ന് വെച്ചിട്ട് നമുക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരേപോലുള്ള ആളുകളെ നമ്മൾ കട്ട് ചെയ്ത് കളയുക. ദാറ്റ് ഇസ് -d∅dt കട്ട് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ റിലേഷൻ കിട്ടും. ദാറ്റ് ഈസ് VS/VP which is equal to എന്ത് വരുടാ, NS/NP വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരിക കേട്ടോ. ഓക്കെ റെഡി. അപ്പൊ ഇതിൽ ഈ ഒരു ഇക്വേഷൻ പ്രകാരം നമുക്കിപ്പോൾ സെക്കൻഡറി വോൾട്ടേജും സെക്കൻഡറി കറണ്ട് നമ്പർ ഓഫ് ടേൺസും അതുപോലെ പ്രൈമറി വോൾട്ടേജ് ഒക്കെ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് NP കണ്ടുപിടിക്കാൻ പറ്റും. അതായത് VS ഉം VP NS തന്നു കഴിഞ്ഞാൽ NP കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, ഈസി ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓൾസോ മ്യൂച്വൽ ഇൻഡക്ടൻസ് ആണ് ഇവിടുത്തെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ആൻഡ് എനർജി ലോസസ് ഏതൊക്കെയാണ്, അതിന്റെ ആ ഓരോ ഇപ്പോൾ ഫ്ലക്സ് ലീക്കേജ് ഉണ്ടായിരിക്കും, എഡി കറന്റ് ലോസ് ഉണ്ടായിരിക്കും, റെസിസ്റ്റൻസ് ലോസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഹിസ്റ്ററിസിസ് ലോസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ റെക്ടിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെല്ലാത്തിനുള്ള ഒരു റെമഡി മെഷറും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ റെമഡി മെഷറും എന്താന്നുള്ളതെല്ലാം നോക്കി പോവാം. ഓക്കെ റെഡി, ക്ലിയർ, യെസ്. ദെൻ നെക്സ്റ്റ് നിങ്ങൾ ഇതിന് നോക്കേണ്ടത്, നമുക്ക് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറിനെ, അതായത് സെക്കൻഡറിത്തെ വോൾട്ടേജ് കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ട്രാൻസ്ഫോമറിനെയാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുക. ആൻഡ് സെക്കൻഡറി നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വലിയൊരു വോൾട്ടേജ് കൊടുത്തിട്ട് പ്രൈമറിയിൽ വലിയൊരു വോൾട്ടേജ് കൊടുക്കും, ആൻഡ് സെക്കൻഡറിയിലാകുമ്പോൾ വോൾട്ടേജിന് ഡിക്രീസ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് ആണ്, കുറഞ്ഞിട്ടുള്ള വോൾട്ടേജ് ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ട്രാൻസ്ഫോമറിനെയാണ് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ അത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. റെഡി, ക്ലിയർ, സെറ്റ് ആണോ? യെസ്. അപ്പൊ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്താണ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്താണെന്ന് നോക്കാം. ഓൾസോ ഇൻ ദി കേസ് ഓഫ് എൻ ഐഡിയൽ ട്രാൻസ്ഫോമർ, ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും സെയിം ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? ഫോർ എൻ ഐഡിയൽ ട്രാൻസ്ഫോമർ പി ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു പി ഇൻപുട്ട്. ഇൻപുട്ട് പവർ ഔട്ട്പുട്ട് പവർ സെയിം ആണ്. ഔട്ട്പുട്ട് പവറിന്റെ ഇക്വേഷൻ പി ഇസ് ഈക്വൽ ടു വി ഐ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് പവർ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വി എസ് ഐ എസ് വിച്ച് ഇസ് ഈക്വൽ ടു വി പി ഐ പി എന്ന് പറഞ്ഞിട്ട് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്താം? വി എസ് ബൈ വി പി വിച്ച് ഇസ് ഈക്വൽ ടു ഐ പി ബൈ ഐ എസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറൊരു റിലേഷൻ കൂടെ ഇവിടെ പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ ഓക്കെ. ഓൾസോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പൊ സെക്കൻഡറി വോൾട്ടേജ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇപ്പൊ സെക്കൻഡറി വോൾട്ടേജ് കൂടുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പവർ ഫിക്സഡ് ആക്കി വെക്കാൻ, അല്ലെങ്കിൽ പവറിൽ ചേഞ്ച് ഒന്നും ഇല്ലാണ്ട് വെക്കാൻ വേണ്ടിയിട്ട് വോൾട്ടേജ് കൂടുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് അവിടെ കുറയും. അപ്പൊ സെക്കൻഡറിയിലെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ സെക്കൻഡറി വോൾട്ടേജ് കൂടുതലും സെക്കൻഡറി കറണ്ട് കുറവായിരിക്കും. അതുപോലെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലാണെന്നുണ്ടെങ്കിൽ അവിടെ സെക്കൻഡറി വോൾട്ടേജ് കുറവും സെക്കൻഡറി കറണ്ട് കൂടുതലുമായിരിക്കും. ഓക്കെ ഓക്കെ, ആ റിലേഷൻ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് ഫുൾ ആയിട്ടുള്ള കാര്യവും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു, ഐഡിയ കിട്ടി എന്നുള്ളത് വിചാരിക്കണം. റെഡി, സെറ്റ് ആണ്, ഓക്കെ ആണ്. എന്നാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാലോടാ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. യെസ്, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. If an LCR series circuit is connected to an AC source, at resonance the voltage across R is 0, R equals applied voltage, C is 0, L equals applied voltage and L is 0. അതായത് ഒരു റെസണന്റ് സർക്യൂട്ടില്, ഒരു LCR സീരീസ് റെസണന്റ് സർക്യൂട്ടില് വോൾട്ടേജ് അക്രോസ് R is 0, VR 0 ആണോ? VR 0 ആണ്. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് 0 എന്ന് പറയുന്നത് കറക്റ്റ് ആണോ? അല്ല അല്ലെ? റെസണൻസ് കണ്ടീഷനിൽ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് 0 അല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഓപ്ഷൻ എ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ല. ഓക്കെ, then voltage across R which is equal to applied voltage, VR is equal to അവിടെ ഉണ്ടാവുന്ന അപ്ലൈഡ് വോൾട്ടേജിനോട് ഈക്വൽ ആണോ? അത് കറക്റ്റ് ആണ്. ബിക്കോസ് എന്താണെന്നറിയോ, നമുക്കറിയാം റെസണൻസ് കണ്ടീഷനിൽ അറ്റ് റെസണൻസിൽ എന്താ സംഭവിക്കുക? അറ്റ് റെസണൻസിൽ VL-ഉം VC-യും ഈക്വൽ ആണ്. VL-ഉം VC-യും ഈക്വൽ ആണ്. വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടറും വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററും സെയിം ആയിരിക്കണം. അത് രണ്ടും സെയിം ആണെങ്കിൽ എനിക്ക് എന്ത് പറയാം? V is equal to root of VR square plus VL minus VC the whole square ആണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, VL-ഉം VC-യും ഈക്വൽ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? V is equal to VR ആയിരിക്കും. അതായത് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ വിച്ച് ഇസ് ഈക്വൽ ടു അപ്ലൈഡ് വോൾട്ടേജിനോട് ഈക്വൽ ആയിരിക്കും കേട്ടോ. ഓക്കെ, റെഡി. സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് വരിക. വോൾട്ടേജ് അക്രോസ് C 0 ആണോ? അല്ല. വോൾട്ടേജ് അക്രോസ് L ഈക്വൽസ് അപ്ലൈഡ് വോൾട്ടേജ് ആണോ? അല്ല. വോൾട്ടേജ് അക്രോസ് L 0 ആണോ? അതല്ല കേട്ടോ. ഓക്കെ, സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഈസ് ഓപ്ഷൻ ബി. റെഡി, ക്ലിയർ? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. യെസ്. Then next question, the electromagnetic wave detected using thermopile and used in physical therapy. ഓക്കെ, തെർമോപൈൽ അതുപോലെ തന്നെ ഫിസിക്കൽ തെറാപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഗാമ റേഡിയേഷൻസ് ആണോ, എക്സ്റേസ് ആണോ, UV ആണോ, ഇൻഫ്രാറെഡ് ആണോ, മൈക്രോവേവ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ തെർമോപൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അവിടെ ഹീറ്റ് എനർജി വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഹീറ്റ് എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഫിസിക്കൽ തെറാപ്പി എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ മസിൽ സ്ട്രെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ട്രീറ്റ് ചെയ്യാനായിട്ടും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഏതായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആണ് കേട്ടോ. IR ആയിരിക്കും വരിക. അപ്പോൾ ഹീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിച്ച് വെച്ചോളൂ, ദാറ്റ് ഇസ് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആണ്. ഓക്കെ ഓക്കെ, റെഡി, ക്ലിയർ? യെസ്. സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? യെസ്, ഓപ്ഷൻ ഡി, ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഇസ് ദ റൈറ്റ് ആൻസർ. ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് അല്ലെങ്കിൽ IR റേഡിയേഷൻസ് ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, സെറ്റ് ആണ്. റെഡി, യെസ്. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. യെസ്, അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ആക്ച്വലി ഇവിടെ തോന്നാം. അതായത് ഇപ്പൊ നമ്മള് ഗാമ റേഡിയേഷൻസും എക്സ്റേസും ഒക്കെ യൂസ് ചെയ്യില്ലേ എന്നുള്ളത്. ഗാമ റേഡിയേഷൻസ് എക്സ്റേസ് ഒന്നും ആക്ച്വലി ഫിസിക്കൽ തെറാപ്പിയിലല്ല നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ഫിസിക്കൽ തെറാപ്പിയിലല്ല, ബാക്കിയുള്ള മെഡിക്കൽ ഡയഗ്നോസിസ് സെക്ടറിൽ നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ആക്ച്വലി ഇറ്റ്സ് നോട്ട് ഫോർ ഫിസിക്കൽ തെറാപ്പി. ഫിസിക്കൽ തെറാപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും മസിൽ സ്ട്രെയിൻ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ഫിസിക്കൽ ആയിട്ടുണ്ടാകുന്ന തെറാപ്പി സെക്ഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആയിരിക്കും കേട്ടോ. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്. If the wavelength of the incident light falling and photosensitive material decreases, then photoelectric current increases, stopping potential decreases, stopping potential remains constant, photoelectric current decreases, stopping potential increases. So wavelength of the incident light falling on a photosensitive material. അപ്പോൾ wavelengthും photosensitive material വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന wavelengthും, അതായത് ഇൻസിഡന്റ് റേഡിയേഷന്റെ wavelengthും അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്താ?
നമുക്കറിയുന്ന ഇക്വേഷൻ അറിയാം. നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ റേഡിയേഷനിലുള്ള ഒരു അല്ലെങ്കിൽ എനർജിയുള്ള ഒരു റേഡിയേഷൻ വന്ന് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ എനർജീൻ്റെ ഒരു 50 അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട്, വർക്ക് ഫംഗ്ഷൻ എത്രയാണോ വർക്ക് ഫംഗ്ഷൻ ഈക്വൽ ആയിട്ടുള്ള എനർജി എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഇപ്പം നമുക്കറിയാം ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷനോട് ഈക്വൽ ആയിട്ടുള്ള എനർജി എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ആ ഇലക്ട്രോൺസ് ആദ്യം അബ്സോർബ് ചെയ്യും. അപ്പോൾ നമ്മൾ സർഫസിലേക്ക് വരുമ്പോൾ ആ സർഫസിൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺസും ഫ്രീ ഇലക്ട്രോൺസ് ആദ്യം എന്ത് ചെയ്യും? വർക്ക് ഫംഗ്ഷനോട് ഈക്വൽ ആയിട്ടുള്ള എനർജി എത്രയാണോ അതിന് എജക്ട് ചെയ്യാൻ ആവശ്യമുള്ള എനർജിയാണ് അത്രയും എടുത്തതിന് ശേഷം ബാക്കിയുള്ള എനർജി എന്തായിട്ട് മാറും? ഈ പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രോൺസ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇവിടുന്ന് എജക്ട് ചെയ്ത് പോകുന്ന ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അതിന്റെ എനർജി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? കൺവേർട്ട് ചെയ്യാനുണ്ടായിരിക്കാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ബൈ ഐൻസ്റ്റൈൻ ഫോട്ടോഇലക്ട്രിക് ഇക്വേഷൻ പ്രകാരം ദിസ് കൈനറ്റിക് എനർജി അല്ലെങ്കിൽ മാക്സിമം കൈനറ്റിക് എനർജി വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? E - 50 ആയിരിക്കും. E - 50 ആയിരിക്കും. ഓക്കെ, Kmax is equal to E - 50 ആയിരിക്കും വരും. ഇതിന് Kmax തന്നെ കൊടുത്തോളൂ. ദാറ്റ് ഇസ് Kmax എന്ന് തന്നെ കൊടുക്കുക. ദാറ്റ് ഇസ് Kmax is equal to E - 50 ആയിരിക്കും. വേർ E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാം? ഇസ് ഈക്വൽ ടു h nu 0 ആണ് അല്ലേ? ഈസ് ഈക്വൽ ടു h nu ആണ് വരിക. സോ Kmax is equal to h nu minus 50 ആണ്. h nu minus 50 ആണ്. ആൻഡ് ന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ന്യൂ ഇസ് ഈക്വൽ ടു c by lambda ആണ് വരിക. Therefore അങ്ങനെയാണെങ്കിൽ Kmax is equal to എന്ത് എഴുതാടാ? Kmax is equal to hc by lambda minus 50 ആയിരിക്കും. hc by lambda minus 50 ആയിരിക്കും വരിക. ഓക്കെ ഓക്കെ യെസ്. ഇനി എന്ത് ചെയ്യണു? നമുക്കറിയാം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് മനസ്സിലായി? ഇവിടെ ഉണ്ടാവുന്ന എനർജിയും അതുപോലെ ലാംഡ എന്ന് പറയുന്നതും തമ്മിലുണ്ടാവുന്ന റിലേഷൻ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് ലാംഡയും വേവ് ലെങ്തും പൊട്ടൻഷ്യലും തമ്മിലുണ്ടാവുന്ന റിലേഷൻ ആണ്. ആൻഡ് Kmax അല്ലെങ്കിൽ കൈനറ്റിക് എനർജി കിട്ടണമെങ്കിൽ എന്തായിരിക്കും? വിച്ച് ഇസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ആണ് അല്ലെ? ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ആണ്, QV0 ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ വിച്ച് ഇസ് ഈക്വൽ ടു hc by lambda minus 50 ആണ്. സോ ഇതിന്ന് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യലും അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ലാംഡയും ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലെ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇറ്റ്സ് വെരി ഗുഡ്. സോ അങ്ങനെയാണെങ്കിൽ when the lambda increase നമ്മുടെ ക്വസ്റ്റ്യൻ സംഭവം എവിടെയായിരുന്നു? ഇവിടെയായിരുന്നു. യെസ്, ഇവിടെയാണ് സംഭവങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഞാൻ നേരത്തെ സ്ലൈഡ് എടുത്തപ്പോൾ മാറിപ്പോയതാണ്. ഒന്ന് ജസ്റ്റ് വീണ്ടും ഇവിടെ എഴുതി തരാം. ദാറ്റ് ഇസ് എനർജി ഈസ് ഈക്വൽ ടു 50 പ്ലസ് മാക്സിമം കൈനറ്റിക് എനർജി ആണ്. സോ Kmax വിച്ച് ഇസ് ഈക്വൽ ടു E - 50 ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ. ദാറ്റ് ഇസ് Kmax ഇസ് ഈക്വൽ ടു h nu minus 50 വരും. h ന്യൂക്ക് നമ്മൾ എന്ത് കൊടുക്കണം? hc by lambda. അതുപോലെ Kmaxന് QV0 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു കേട്ടോ. ദാറ്റ് ഇസ് QV0 is equal to hc by lambda minus 50 ആണ്. hc by lambda minus 50 ആണ്. റെഡി. സോ എനിക്ക് ഇതൊന്ന് എന്ത് മനസ്സിലായി? V0 എന്ന് പറയുന്നത് ലാംഡയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. V0 എന്ന് പറയുന്നത് ലാംഡയ്ക്ക് അല്ലെങ്കിൽ പൊട്ടൻഷ്യലും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ലാംഡയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും വരിക. ഇനി എന്ത് സംഭവിക്കണു? when the wavelength of the incident light falling on the photosensitive material decreases അല്ലെ? വേവ് ലെങ്ത് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? വേവ് ലെങ്ത് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇൻസിഡന്റ് ചെയ്യുന്ന റേഡിയേഷൻസിന് ആക്ച്വലി 50 എന്ന് പറയുന്നത് അവിടെ എന്താണ്? ഫിക്സഡ് ആണ്. കാരണം 50 നമുക്ക് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ആ ഒരു മെറ്റീരിയലിന്റെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതൊരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടായിരിക്കും. ആ വാല്യൂ ഫിക്സഡ് ആണ്, അതിൽ മാറ്റം വരണില്ല. പക്ഷേ ഇത് രണ്ടും തമ്മിലായിരിക്കും ചേഞ്ചസ് വരിക അല്ലെ? അപ്പൊ വേവ് ലെങ്ത് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇൻസിഡന്റ് ചെയ്യുന്ന റേഡിയേഷൻസിന്റെ എനർജി കൂടും. എനർജി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക? കൂടുതൽ ഫോട്ടോ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ കൂടുതൽ ഫോട്ടോ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോട്ടോ കറണ്ട് കൂടും അല്ലെ? ഫോട്ടോ ഇലക്ട്രോൺസിന്റെ നമ്പർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എനർജി കൂടി കഴിഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രോൺസിന്റെ നമ്പർ കൂടും. അപ്പൊ എന്താ സംഭവിക്കുക? ഫോട്ടോ കറണ്ട് കൂടും. ആ ഫോട്ടോ കറണ്ടിനെ കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ വരുന്ന ഫോട്ടോ ഇലക്ട്രോൺസിന്റെ എനർജി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഫോട്ടോ കറണ്ട് 0 ആക്കാൻ വേണ്ടിയിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ ഫോട്ടോ മീൻസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുക. അപ്പോൾ എനർജി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാകുന്ന സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അവിടെ എന്താ ചെയ്യുക? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുകയാണ് ചെയ്യുക. മനസ്സിലായോ? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആക്ച്വലി എന്താ ചെയ്യാടാ? കൂടുകയാണ് ചെയ്യാട്ടോ. കൂടുതൽ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഫോട്ടോ കറന്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവിടുത്തെ എനർജി കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കുള്ളൂ. റെഡി? സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിച്ച് ഇസ് ഇൻക്രീസസ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുന്നതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. Therefore ഓപ്ഷൻ ഇ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഇ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കുക. റെഡി ക്ലിയർ ആണ്? ഓക്കെ ആണ്? സെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ യെസ് ഓക്കെ ആണെന്ന് പറയാം. ഓക്കെ യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. യെസ്, ഇവിടെ ഉണ്ടാവുന്ന ചേഞ്ചസ് ഞാനൊന്ന് മാറ്റോട്ടെ. യെസ്, റെഡി.
Then next question നോക്കിക്കോളൂ. അടുത്ത question നോക്കുക. The fusion reactions in the sun is a multiple step process in which the helium is burnt into neutrons, helium is burnt into hydrogen, deuteron is burnt into hydrogen, hydrogen is burnt into helium, and the helium is burnt into neutrons. ഇപ്പോൾ നമുക്കറിയാം ഫ്യൂഷൻ റിയാക്ഷൻ ഇൻ ദ സൺ അല്ലെ, സണ്ണിലോ അല്ലെങ്കിൽ സ്റ്റാർസിലോ ഒക്കെ ഉണ്ടാകുന്ന ഫ്യൂഷൻ റിയാക്ഷൻസ് നമുക്കറിയാം. അവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ ആണ് നടക്കുക, എന്നിട്ടാണ് എനർജി റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആ ഫ്യൂഷനെ നമ്മൾ പ്രോട്ടോൺ പ്രോട്ടോൺ റിയാക്ഷൻ അല്ലെങ്കിൽ പ്രോട്ടോൺ പ്രോട്ടോൺ ഫ്യൂഷൻ റിയാക്ഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഈ പ്രോട്ടോൺ പ്രോട്ടോൺ റിയാക്ഷൻസ് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ആദ്യം 2 പ്രോട്ടോൺസ് ചേർന്നിട്ട് എന്തായിട്ട് മാറും? ഡ്യൂട്രോൺസ് ആയിട്ട് മാറും അല്ലെ. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ എന്താ സംഭവിക്കുക? 2 പ്രോട്ടോൺസ് വന്നിട്ട് ഒരു ഡ്യൂട്രോൺ ആയിട്ട് മാറും. എന്നിട്ട് ഈ ഡ്യൂട്രോൺ അതായത് ഫ്യൂസ് ചെയ്തിട്ട് ഡ്യൂട്രോൺ ആയിട്ട് മാറും. എന്നിട്ട് ഈ ഡ്യൂട്രോൺ എന്ന് പറയുന്നത് അടുത്തൊരു പ്രോട്ടോണുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? He3 ന്യൂക്ലിയസ് ആയിട്ട് മാറും. എന്നിട്ട് He3 ന്യൂക്ലിയസ് അഗെയിൻ ഫ്യൂസ് ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുക? അതായത് ഹീലിയം 3 ന്യൂക്ലിയസ് മാറിയിട്ട് ഹീലിയം 4 ന്യൂക്ലിയസ് ആയിട്ട് മാറണേ. ഓക്കെ, അപ്പൊ ആക്ച്വലി പ്രോട്ടോൺസ് ആണ് 4 പ്രോട്ടോൺസ് ചേർന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടായിരിക്കുക? യെസ്, അവിടെ ഉണ്ടാകുന്ന ഹീലിയം 4 ന്യൂക്ലിയസ് ആയിട്ട് മാറുക. അപ്പൊ ഇവിടെ ഫ്യൂഷൻ റിയാക്ഷൻ ഇവിടെ ബേൺഡ് എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സണ്ണിന്റെ കേസിലാണ്. അപ്പൊ സ്റ്റാർസിന്റെ സണ്ണിന്റെ കേസിൽ നമ്മൾ ബേൺഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂഷൻ റിയാക്ഷൻ ആണ് കേട്ടോ, ഫ്യൂഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ ഇവിടെ ഫ്യൂസ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്തിട്ട് എന്തായിട്ട് മാറണോ? ഹീലിയം ന്യൂക്ലിയസ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. അല്ലാണ്ട് ഹീലിയം ഡ്യൂട്രോൺസ് ആവുകയാണോ? അല്ല. ഹീലിയം ഹൈഡ്രജൻ ആയിട്ട് മാറുകയാണോ? അല്ല. ഡ്യൂട്രോൺ ഹൈഡ്രജൻ ആയിട്ട് മാറണോ? അല്ല. ഹീലിയം ന്യൂട്രോൺസ് ആയിട്ട് മാറണോ? അല്ല. ഹൈഡ്രജൻ ഈസ് ബേൺഡ് ഇൻടു ഹീലിയം. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കുക. റെഡി, സെറ്റ് ആണ്, ഓക്കെ ആണ്. യെസ്, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോടാ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ കേട്ടോ. യെസ്, the dimension of mobility of charge carriers are mobility of charge carriers ന്റെ ആണ് നമ്മുടെ അടുത്തത് യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. എടാ പറയുന്ന കാര്യം കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ? നിങ്ങൾക്ക് ഓഡിബിൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയോ. കേൾക്കുന്നുണ്ടോ? യെസ്, ഇഷ്യൂസ് ഒന്നും ഇല്ല. ഓക്കെ, കേൾക്കുന്നുണ്ട്. റെഡി, യെസ്. ദെൻ നെക്സ്റ്റ് നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കുക. ദാറ്റ് ഈസ് നമ്മുടെ മൊബിലിറ്റി ആണ്. മൊബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? മൊബിലിറ്റി ഈസ് ഈക്വൽ ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ ഇലക്ട്രിക് ഫീൽഡ് ആണ് അല്ലേ. ദാറ്റ് ഈസ് VD/E ആണ് വരിക. മ്യൂ ഈസ് ഈക്വൽ ടു, മ്യൂവിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, VD ഡിവൈഡഡ് ബൈ E ആണ്. ആൻഡ് VD എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവം? VD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡയമെൻഷൻ ഫോർമുല നിങ്ങൾക്ക് അറിയാം, എന്തായിരിക്കും വരിക? ദാറ്റ് ഈസ് m/0 LT⁻⁻1 അല്ലെങ്കിൽ സിംപ്ലി LT⁻⁻1 ആയിരിക്കും വരിക. ഓക്കെ, therefore VD-ന്റെ ഡയമെൻഷണൽ ഫോർമുല ഇസ് LT⁻⁻1. എടാ ഇത് മാത്രം പഠിച്ചാൽ മതി അങ്ങനെ മിസ് പറയില്ല നിങ്ങളുടെ അടുത്ത്, കാരണം നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇപ്പൊ ഇത് മാത്രം പഠിച്ച് പോവുക എന്നുള്ള സാധനം നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ ഒരിക്കലും, കാരണം മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വീണ്ടും ചെയ്യാം. ഇപ്പൊ നമുക്ക് ഓൾറെഡി 100 ക്വസ്റ്റ്യൻ സീരീസ് ഉണ്ട്, 300 ക്വസ്റ്റ്യൻ സീരീസ് ഉണ്ട്, എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ലാസ്റ്റ് 5 ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എവിടെയൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടും, എത്രയൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഇത്ര ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി പോയാൽ മതി എന്നുള്ള ആ ചെറിയ കൺസ്ട്രെയിൻ ഒന്നും നിങ്ങൾ നിൽക്കരുത് കേട്ടോ. ഓക്കെ, റെഡി, യെസ്. അപ്പൊ LT⁻⁻1 എന്ന് പറയുന്നതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിന്റെ ഇക്വേഷൻ. ദെൻ നമുക്ക് എന്ത് വേണം? യെസ്, ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ അറിയണം, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയമെൻഷൻ കൂടെ വേണം. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയമെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്കറിയാം E is equal to F/Q ആണ്, അത് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, E is equal to ഇലക്ട്രിക് ഫീൽഡ് is equal to എന്താ വരിക? Which is equal to F/Q ആണ്. F/Q ആണ്. Fന്റെ നിങ്ങൾക്ക് അറിയാലോ, മാസ് ഇൻടു ആക്സിലറേഷൻ, ദാറ്റ് ഇസ് mL⁻⁻2 ആണ്, ഡിവൈഡഡ് ബൈ Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജിന് എന്താ വരിക? കറന്റ് ഇൻടു ടൈം ആണ് അല്ലേ. അപ്പൊ ദാറ്റ് ഇസ് ടൈം പീരീഡും അതുപോലെ തന്നെ ആംപിയറിൻ്റെയും ഇട്ട് കൊടുക്കുക. ദെൻ എന്ത് വരും? mL⁻⁻3 A⁻⁻1 mL⁻⁻3 A⁻⁻1 ഇതാണ് എന്തെന്ന് പറയുക? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയമെൻഷൻ ഫോർമുല. ഇനി നമുക്ക് നേരെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? യെസ്, ഇവിടെ ഉണ്ടാവുന്ന മ്യൂ അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി മീൻസ് മൊബിലിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിച്ചാൽ മതി. മൊബിലിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല കിട്ടണമെങ്കിൽ LT⁻⁻1 ഓൾറെഡി അവിടെ ഉണ്ട്, മുകളിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ mL⁻⁻3 A⁻⁻1 ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ mL⁻⁻3 A⁻⁻1. അപ്പൊ എന്തായാലും L കട്ട് ചെയ്ത് പോയി. ദാറ്റ് ഈസ് m⁻⁻1 T⁻⁻3
m raised to minus 1. എല്ലാം അവിടെ കട്ട് ചെയ്ത് കളയാം. എല്ലാം കട്ട് ചെയ്ത് കളയാം. ദെൻ നോക്കിക്കോളൂ എന്താ വരിക എന്നുള്ളത് നോക്കുക. ദാറ്റ് ഈസ് m raised to minus 1 ഉണ്ട്. t raised to minus 1, t raised to minus 3 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ t raised to 2 ആയിട്ട് മാറും. ഓക്കെ, അതായത് t raised to 3 ആവും, അതിന് -1 ചെയ്താൽ t raised to 2 ആവും, പിന്നെ a raised to 1. ഓക്കെ, m raised to minus 1 t square a raised to 1. ഓക്കെ, അതാണ് മൊബിലിറ്റിന്റെ ഡയമെൻഷണൽ ഫോർമുല വരിക. m raised to minus 1 t square a raised to 1 is the dimensional formula. That is ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക? m raised to minus 1 t square a. That is option B അല്ലേ? ഓപ്ഷൻ B is the right answer. ഓപ്ഷൻ B ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. റെഡി? റെഡി? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ആണ്. അപ്പോൾ ഡയമെൻഷണൽ മൊബിലിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല ഓൾറെഡി നിങ്ങൾ നോക്കി വയ്ക്കുക. അതൊക്കെ ഓൾറെഡി പഠിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ സിംപ്ലി ഒരൊറ്റ സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഒരൊറ്റ സെക്കൻഡിൽ നിങ്ങൾക്ക് നേരെ ടിക്കറ്റ് പോകാൻ പറ്റും കേട്ടോ. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. യെസ്, the acceleration of a moving body is found from area under velocity time graph, area under displacement time graph, slope of distance time graph, slope of velocity time graph, and area under the acceleration time graph. Okay, ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? യെസ്, ആക്സലറേഷൻ ഓഫ് എ മൂവിംഗ് ബോഡി. ഒരു മൂവിംഗ് ബോഡിന്റെ ആക്സലറേഷൻ നമുക്ക് കിട്ടുന്നത് എന്തിൽ നിന്നാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ആക്ച്വലി എന്താ തരിക? അത് ഡിസ്പ്ലേസ്മെന്റ് ആണ് തരിക. അത് ആക്സലറേഷൻ ആണോ? അല്ല. ആക്ച്വലി വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നെയാണ് നമുക്ക് ആക്സലറേഷൻ കിട്ടുക എന്നുള്ളത് അറിയാം. ബട്ട് എന്തായിരിക്കണം? സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ആയിരിക്കും കേട്ടോ. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ആയിരിക്കും. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി അല്ലേ? സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് നമുക്ക് എന്ത് തരിക? യെസ്, ആക്സലറേഷൻ തരിക. ദാറ്റ് ഈസ് സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് വിച്ച് ഗിവ്സ് ദ ആക്സലറേഷൻ. ഓക്കെ, ആൻഡ് ഇവിടെ ഉണ്ടാവുന്ന എന്തായിരിക്കും? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഡിസ്പ്ലേസ്മെന്റ്. അത് ഡിസ്പ്ലേസ്മെന്റ് ആണ് തരിക. ഓക്കെ, ക്ലിയർ? യെസ്, അതുപോലെ തന്നെ ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ, ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ തരുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് അത് വെലോസിറ്റി ആയിരിക്കും. അത് വെലോസിറ്റി ആയിരിക്കും തരിക. ഓക്കെ, അതുപോലെ തന്നെ സ്ലോപ്പ് ഓഫ് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് തരുന്നുണ്ടായിരിക്കുന്നതും എന്ത് തന്നെയാണ്? അതും വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡാണ്. ഓക്കെ, ക്ലിയർ? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. യെസ്, എ ബോൾ which is thrown vertically upwards after reaching a maximum height h, it returns to the string point after the time of 10 seconds. Then its displacement is. Displacement എന്തായിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒന്നുമില്ല. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ നമ്മളൊരു ബോൾ നേരെ മുകളിലേക്ക് ഇട്ടു. ബോൾ നേരെ നമ്മൾ മുകളിലേക്ക് ഇട്ടു. മുകളിലേക്ക് എത്തിയതിനു ശേഷം നേരെ ഗ്രൗണ്ടിലേക്ക് വരികയാണ്. ആ ടൈമിൽ ഒരു എച്ച് ഹൈറ്റിൽ, ഇപ്പോൾ ബോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഈ ബോൾ ഗ്രൗണ്ടിൽ നിന്നും ഒരു എച്ച് ഹൈറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? എച്ച് ഹൈറ്റിലേക്ക് നമ്മൾ ബോളിലേക്ക് ഇട്ടു. ദെൻ അത് റിട്ടേൺസ് ടു ദ സ്ട്രിങ് ആഫ്റ്റർ എ ടൈം ഓഫ് 10 സെക്കൻഡ്. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇത് മുകളിൽ നിന്ന് നേരെ എന്ത് ചെയ്തു? താഴേക്കും വന്നു. മുകളിൽ നിന്ന് നേരെ ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ? മുകളിൽ നിന്ന് നേരെ ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എച്ച് ഡിസ്റ്റൻസ് താഴേക്കും വന്നു, എച്ച് ഡിസ്റ്റൻസ് മുകളിലേക്കും വന്നു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും മാത്രമല്ലേ വേണ്ടൂ? നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാം, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഏതൊക്കെ പാത എടുത്താണെങ്കിലും ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് നോക്കിയാൽ മതി. ഹിയർ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. കോമഡി ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സുഖമാണ് അല്ലേ? സുഖമാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 0 is the right answer. That is option E ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. അപ്പോൾ സെയിം എന്താണ് നമ്മളിതൊക്കെ ഓക്കെ വാല്യൂ എച്ച് തന്നിട്ടുണ്ടല്ലോ, ടൈം തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ എന്തോ വലിയ സംഭവം ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. ബട്ട് ആക്ച്വലി ഒന്ന് നേരെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ബിക്കോസ് ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അവിടെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് സെയിം ആണ്. ദെർഫോർ എന്തായിരിക്കും അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി 0. ഓക്കെ, ഓക്കെ, റെഡി, ക്ലിയർ? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. യെസ്, the relation between escape velocity from the surface of the earth and the orbital velocity v0 is. അപ്പോൾ escape velocityയും orbital velocityയും തമ്മിൽ ഉണ്ടാവുന്ന റിലേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അത് റിലേഷൻ ഓൾറെഡി നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ടിക്കറ്റ് ചെയ്ത് പോവാം. അതെങ്ങനെയാണ് വരണേ എന്നുള്ള സംഗതി പറഞ്ഞുതരാം. ദാറ്റ് ഈസ് escape velocity ഇക്വേഷൻ v is equal to നിങ്ങൾക്ക് അറിയാം √2gm/r ആണ് അല്ലെ? √2gm/r ആണ്. ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് √gm/r ആണ് അല്ലെ? escape velocity is equal to √2gm/r and orbital velocity which is equal to √gm/r ആയിരിക്കും വരിക. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റയടിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് ഈസ് √gm/r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് v0 ആണ്. സോ v is equal to എനിക്ക് എന്ത് പറയാം? √2 ടൈംസ് ഓഫ് v0 ആയിരിക്കും. √2 ടൈംസ് ഓഫ് v0 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് റിലേഷൻ വന്നിരിക്കുന്നത്. v is equal to √2 v0. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കാം. റെഡി, ക്ലിയർ ആണ്, ഓക്കെ ആണ്, സെറ്റ് ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ.
യെസ്. The time period of Earth satellite revolving at a height of 35,800 kilometers. അപ്പോൾ എർത്ത് സാറ്റലൈറ്റ്, അതായത് എർത്തിന് ചുറ്റും ഏതൊരു സാറ്റലൈറ്റ് ഇങ്ങനെ റിവോൾവ് ചെയ്ത് പോകുന്നുണ്ട്. റിവോൾവ് ചെയ്ത് പോകുന്നതിന്റെ ടൈം പീരീഡ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾസോ ഈ സാറ്റലൈറ്റ് എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയോ? ഇറ്റ് ഈസ് ഫ്രം അറ്റ് എ ഹൈറ്റ് ഓഫ് 35,800 കിലോമീറ്റർ. അപ്പൊ 35,800 കിലോമീറ്റർ അപ്രോക്സിമേറ്റ്ലി നമുക്ക് പറയാം 36,000 ആണ്. അപ്പൊ അപ്രോക്സിമേറ്റ്ലി ഒരു ഹൈറ്റ് ഓഫ് 36,000 ഹൈറ്റിൽ നിൽക്കുന്ന സാറ്റലൈറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ആക്ച്വലി ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയുള്ള സാറ്റലൈറ്റുകൾ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയാടാ? ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറയാട്ടോ. ഓക്കെ ഓക്കെ, ഇങ്ങനെയുള്ള സാറ്റലൈറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി, എനിക്കത് എന്ത് പറയാം? യെസ്, അപ്രോക്സിമേറ്റ്ലി 36,000 കിലോമീറ്റർ ആയിരിക്കും. അങ്ങനെ അത്രയും ഹൈറ്റിൽ നിൽക്കുന്ന സാറ്റലൈറ്റ്സ് ആർ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ്. അതെന്തായിരിക്കും? അതിനെന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത് എങ്ങനെയാണോ എർത്ത് മൂവ് ചെയ്യുന്നത്, എർത്തിന്റെ അതേ സെയിം സൈഡിലായിരിക്കും, അത് എർത്തിന്റെ അതേ സെയിം പൊസിഷനിലൂടെ ആയിരിക്കും അത് മൂവ് ചെയ്യുക. അപ്പൊ എർത്ത് ഇവിടേക്ക് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ സാറ്റലൈറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ എർത്ത് മൂവ് ചെയ്യണതിന്റെ ഒപ്പം തന്നെ ആയിരിക്കും എന്ത് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക? ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സും ആക്ച്വലി മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ എർത്ത് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്ന അതേ സമയം തന്നെ ആയിരിക്കും എന്തിനും ആവശ്യം വരിക? യെസ്, നമ്മുടെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിനും സമയം വേണ്ടി വരിക. അപ്പൊ എർത്ത് ഒരു വട്ടം റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം, നമ്മളൊരു സംഭവത്തിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടൈം ടേക്കൺ ഫോർ വൺ സൈക്കിൾ അല്ലെങ്കിൽ ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ അല്ലെ? അപ്പൊ ഇവിടെ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് വരാനായിട്ട് എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുക. ഒരു പ്രാവശ്യം എർത്ത് റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 24 hours ആണ്. സോ അങ്ങനെയാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സിന്റെയും ടൈം പീരീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ദാറ്റ് ഈസ് 24 hours ആയിരിക്കും വരിക കേട്ടോ. ഓക്കെ ഓക്കെ, ദ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കാം. റെഡി? ഓക്കെ ഓക്കെ, സെറ്റ് ആണല്ലോ, ക്ലിയർ ആണല്ലോ, റെഡിയാണ്. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാലോടാ. യെസ്, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കുക കേട്ടോ. യെസ്, ഓക്കെ. For most of the materials, Young's modulus and rigidity modulus are related as. Young's മോഡുലസും റിജിഡിറ്റി മോഡുലസും തമ്മിൽ ഉണ്ടാകുന്ന റിലേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ യങ്സ് മോഡുലസ് റിജിഡിറ്റി മോഡുലസും തമ്മിൽ ഉണ്ടാകുന്ന ഒരു റിലേഷൻ ഉണ്ട്. ആക്ച്വലി യങ്സ് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, അതുപോലെ പോയിസൺസ് റേഷ്യോ, ഇത് മൂന്നും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് അറിയണം, അല്ലെങ്കിൽ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ദാറ്റ് ഈസ് y is equal to 2g into 1 plus sigma. ഓക്കെ, y is equal to 2g into 1 plus sigma ആയിരിക്കും വരിക. അപ്പോൾ സിഗ്മ നമ്മൾ പോയിസൺസ് റേഷ്യോ, g എന്ന് പറയുന്നത് റിജിഡിറ്റി മോഡുലസ് ആൻഡ് y എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആയിരിക്കും വരിക. ഓക്കെ, ഇനി നമ്മൾ അഗെയിൻ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ദാറ്റ് ഈസ് g is equal to എന്താ വരിക? y divided by 2 into 1 plus sigma എന്ന് പറഞ്ഞിട്ട് വരും. y divided by 2 into, ഇവിടെ എല്ലാം g is equal to എന്നിട്ടല്ലേ തന്നിരിക്കുന്നത്, g is equal to ആയതുകൊണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാണ്. y is equal to 2g into 1 plus sigma, that is g is equal to y divided by 2 into 1 plus sigma ആയിരിക്കും വരിക. ആൻഡ് മോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽസിനും, മിക്ക മെറ്റീരിയൽസിനും സിഗ്മയുടെ വാല്യൂ അല്ലെങ്കിൽ പോയിസൺസ് റേഷ്യോന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും വരിക? വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, മിക്ക മെറ്റീരിയൽസും 0.5 ആയിട്ടാണെങ്കിൽ ഹാഫ് ആയിട്ടാണ് സിഗ്മ കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പഠിക്കുക? g is equal to y divided by 2 into 1 plus half ചെയ്യുക. 1 plus half that is equal to 3/2 ആയിരിക്കും വരിക. That is y divided by 2 into 3/2. ഓക്കെ, അപ്പോൾ 2 കട്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we got y by 3. ഓക്കെ, y by 3 ആയിരിക്കും വരിക. ഓക്കെ ഓക്കെ, ഇതായിരിക്കും എന്ത് വരുന്നുണ്ടായിരിക്കുക? യെസ്, നമ്മുടെ റിജിഡിറ്റി മോഡുലസും യങ്സ് മോഡുലസും തമ്മിലുണ്ടാകുന്ന റിലേഷൻ ട്ടാ. ദാറ്റ് ഇസ് y by 3 is the right answer. That is option G അല്ലേ? Option B is the right answer. y by 3 that is option B is the right answer. Option B ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. G is equal to y by 3 is the right answer. റെഡി? സെറ്റ് ആണ്? ഓക്കെ ആണ്? ക്ലിയർ? ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് റിലേഷൻ ഒന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചോളൂ കേട്ടോ. കാരണം ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത്, മീൻസ് റിജിഡിറ്റി മോഡുലസ് എന്താണ്, യങ്സ് മോഡുലസ് എന്താണ്, പോയിസൺ റേഷ്യോ നിങ്ങൾ പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു സംഭവം, ഈ ഒരു റിലേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. റെഡിയാണ്? സെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. യെസ്, ഓക്കെ. The pressure of an object of bulk modulus B undergoing hydraulic compression due to stress exerted by the surrounding fluid having volume strain delta V by delta V. Yes. Okay, നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്? പ്രഷർ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ബൾക്ക് മോഡുലസ് വന്നിട്ടുണ്ട് undergoing hydraulic compressions അല്ലേ?
അങ്ങനെയാണെങ്കിൽ പ്രഷറിന്റെ ഇക്വേഷൻ പിന്റെ ഇക്വേഷൻ ആണ് വേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ എന്താണ്? ബൾക്ക് മോഡുലസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഇവിടുത്തെ കേസിൽ പ്രഷർ ആകും, ഫ്ലൂയിഡിന്റെ കേസിൽ നമ്മൾ എടുക്കുക. അതുകൊണ്ട് പ്രഷർ ഡിവൈഡഡ് ബൈ അവിടെ സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം. ദാറ്റ് ഈസ് എന്ത് വരിക? യെസ്, മൈനസ് പി വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി എന്ന് പറഞ്ഞിട്ട് വരും അല്ലേ? മൈനസ് പി വി ബൈ ഡെൽറ്റ വി വരും. That is P is equal to minus P divided by delta V by V ആയിരുന്നു. That is minus PV divided by delta V എന്ന് പറയുന്നതായിരിക്കും എന്ത് വരിക? ബൾക്ക് മോഡുലസ് വരിക. സോ ബൾക്ക് മോഡുലസ് ഇക്വേഷൻ കിട്ടി, അതൊന്ന് പിന്റെ ഇക്വേഷൻ നമുക്ക് കൊണ്ടുവരാലോ. P is equal to എന്താ വരിക? P is equal to B into delta V by V ആണ് അല്ലേ? B into delta V by V ആണ്. ഓക്കെ ഓക്കെ യെസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? P into delta V by V. B into delta V by V. യെസ്, ഓപ്ഷൻ ഇ അല്ലേ? ഓപ്ഷൻ ഇ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഇ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കുക കേട്ടോ. ഓപ്ഷൻ ഇ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഇ ബി ഇൻറ്റു ഡെൽറ്റ വി ബൈ വി എന്ന് പറയുന്നതായിരിക്കും പ്രഷറിന്റെ ഇക്വേഷൻ വരിക. ക്ലിയർ ക്ലിയർ സെറ്റ് ആണ്, ഓക്കെ ആണ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി നോക്കൂ കേട്ടോ. Which one of the following is a wrong statement and kinetic theory of gases? Kinetic theory of gases ൽ തന്നിട്ടുള്ളതിൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് റോങ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കി നോക്കാം. യെസ്, the gas molecules are in random motion. ഓക്കെ, kinetic theory of gases ൽ നമ്മുടെ അടുത്ത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി. നിങ്ങൾക്ക് തന്നിട്ടില്ല. ഓക്കെ, കറക്റ്റ് ആൻസർ ഏതാണെന്നുള്ളത് അല്ലെങ്കിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തരുമ്പോഴേക്കും അത് വേഗം പോയി ടിക്ക് ഇടരുത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. റോങ് ആണോ, ഇൻകറക്റ്റ് ആണോ, ഫോൾസ് ആണോ, അതോ ട്രൂ ആണോ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ, റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇൻ റാൻഡം മോഷൻ. യെസ്, അതെ, kinetic theory of gases പ്രകാരം നമുക്കറിയാം ഗ്യാസസ് റാൻഡം മോഷനിലായിരിക്കും. Gas molecules are perfect elastic spheres. Okay ആണ്. And the volume occupied by the molecules of a gas is negligible. ഒരു volume occupied gases molecules ഓരോന്നും occupy ചെയ്യുന്ന volume is negligible. And the force of attraction between the molecules is negligible. Force of attraction between the molecules is negligible ആണ്. And the collision between the molecules is inelastic. മോളിക്യൂൾസ് തമ്മിൽ ഉണ്ടാവുന്ന കൊളീഷൻ ഇന്നെലാസ്റ്റിക് ആണെന്ന് തന്നിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഈ ഗ്യാസസ് മോളിക്യൂൾസ് തമ്മിൽ ഉണ്ടാവുന്ന കൊളീഷൻസ് ആ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പോയിന്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇന്നെലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവിടെ എനർജി ഇസ് നോട്ട് കൺസേർവ്ഡ്. എനർജി കൺസേർവ്ഡ് ആവില്ല, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആവില്ല. അതായത് രണ്ടും തമ്മിൽ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജി വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻടു അതർ ഫോംസ് ഓഫ് എനർജി. അതർ ഫോംസ് ഓഫ് എനർജി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. അപ്പൊ ആക്ച്വലി അങ്ങനെ നടക്കുന്നുണ്ടോ? അതർ ഫോംസ് ഓഫ് എനർജി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അവിടെ എന്തായിരിക്കും? അവിടെ എനർജി കൺസേർവ്ഡ് ആണ്. അവിടെ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ ഓക്കെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഇവിടെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? യെസ്, ഓപ്ഷൻ ഇ ആയിരിക്കും വരിക കേട്ടോ. ആക്ച്വലി ഇറ്റ്സ് ആൻ ഇലാസ്റ്റിക് കൊളീഷൻ. അത് ഇലാസ്റ്റിക് കൊളീഷൻ ആയിരിക്കും വരിക. റെഡി? ക്ലിയർ? യെസ്, സെറ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോടാ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. യെസ്, when the displacement of a particle executing simple harmonic motion is half of its amplitude, ratio of its kinetic energy to potential energy. ഓക്കെ, അപ്പൊ ഒരു പാർട്ടിക്കിൾ SHM എക്സിക്യൂട്ട് ചെയ്യാണ്. അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് is half of its amplitude എന്നുള്ളത് തന്നിട്ടുണ്ട്. ഓക്കെ, എന്താ തന്നിരിക്കുന്നത്? x equal to a/2 ആണോ എന്നുള്ള സംഗതി തന്നിട്ടുണ്ട്. ഓക്കെ, ഗിവൺ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേഷ്യോ ഓഫ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ടു പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി തമ്മിലുണ്ടാകുന്ന റേഷ്യോ ആണ് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ബിക്കോസ് കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്താ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ എക്സിന് ഈക്വൽ ടു a/2 എന്നിട്ട് കൊടുത്താൽ പോരെ? ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? ദാറ്റ് ഇസ് ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് a/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ a²/4 വരും. അപ്പൊ a² മൈനസ് a²/4 ദാറ്റ് ഇസ് 3/4 a² ആയിരിക്കും വരിക അല്ലേ? ദാറ്റ് ഇസ് 3/4 ടൈംസ് ഹാഫ് കെ a². ഓക്കെ, 3/4 ടൈംസ് ഹാഫ് കെ a² ആയിരിക്കും വരിക. ഓക്കെ, ദിസ് ഇസ് കൈനറ്റിക് എനർജി. ഇതാണ് നമ്മുടെ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ വരിക. ആൻഡ് പൊട്ടൻഷ്യൽ എനർജിയും എനിക്ക് ഇവിടെ ചെയ്യാം. പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും വരിക? ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു a/2 അല്ലേ? അപ്പൊ a/2 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് a²/4 വരും അല്ലെ? ഹാഫ് കെ ഇൻറ്റു a²/4 വരും. ദാറ്റ് ഇസ് 1/4 ടൈംസ് ഓഫ് ഹാഫ് കെ a² വരും. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി ബൈ പൊട്ടൻഷ്യൽ എനർജി റേഷ്യോ ചെയ്യാലോ. കൈനറ്റിക് എനർജി ബൈ പൊട്ടൻഷ്യൽ എനർജി റേഷ്യോ ചെയ്യാലോ. ചെയ്ത് നോക്കാം. യെസ്, കൈനറ്റിക് എനർജി ബൈ പൊട്ടൻഷ്യൽ എനർജിന്റെ റേഷ്യോ നോക്കുക കേട്ടോ.
യെസ്. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുണ്ടാവുന്ന റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഇസ് 3/4 ടൈംസ് ഓഫ് ഹാഫ് കെ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1/4 ടൈംസ് ഓഫ് ഹാഫ് കെ എ സ്ക്വയർ ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്യാം, ഇതിൽ കട്ട് ചെയ്യാനുള്ള സംഗതി ഒക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുക, ഹാഫ് കെ എ സ്ക്വയർ ഡിവൈഡ് ബൈ 4 കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3/1 എന്ന് പറഞ്ഞിട്ട് വരും. ദാറ്റ് ഇസ് 3:1 ആയിരിക്കും നമ്മുടെ റേഷ്യോ വരിക കേട്ടോ. 3:1 ആയിരിക്കും നമ്മുടെ റേഷ്യോ വരിക. ഓക്കെ ഓക്കെ യെസ്, 3:1 is the ratio between the kinetic energy and potential energy. ഓക്കെ ആണ്. സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ സി അല്ലെ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കുക. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുണ്ടാവുന്ന റേഷ്യോ എത്രയായിരിക്കും? 3:1 is the ratio. റെഡി? ക്ലിയർ? സിമ്പിൾ ആണ്, ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ചെയ്യാൻ പറ്റുന്നുണ്ട്. റെഡി? യെസ്, വെരി ഗുഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. യെസ്. A body oscillate with SHM according to the equation and as a unit x is equal to 5 cos 2 pi t plus pi by 4. Its instantaneous displacement at t is equal to 1 second. T is equal to 1 second. അതിന്റെ instantaneous displacement എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നുമില്ല, ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിന്റെ ടൈമിന് t is equal to 1 second സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് ഇക്വേഷൻ വരിക, അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ചെയ്ത് നോക്കാടാ. ഇപ്പൊ തന്നിട്ടുള്ള ഇക്വേഷൻ നോക്കിക്കോളൂ. x is equal to 5 cos 2 pi t plus pi by 4 ആണ് അല്ലെ. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് t is equal to 1 അല്ലേ. t is equal to 1 second ആകുന്ന സമയത്ത് എന്തായിരിക്കും നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് വരിക? which is equal to 5 cos 2 pi plus pi by 4. 2 pi plus pi by 4. 2 pi plus pi by 4. cos of 2 pi plus theta അല്ലെങ്കിൽ 2 pi plus theta ചെയ്ത സമയത്ത് എന്താ വരിക? which is equal to cos theta അല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 cos pi by 4 വരും. cos pi by 4 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. ദാറ്റ് ഇസ് 5/√2 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ എന്ത് വരിക? നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് വരിക. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് 5/√2 മീറ്റർ. ദാറ്റ് ഈസ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ ഇ അല്ലേ. ഓപ്ഷൻ ഇ 5/√2 മീറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ റെഡി? ക്ലിയർ? റെഡി ആണ്, സെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. യെസ്. ഓക്കെ, ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് തന്നിട്ടുള്ളതിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ട്രാൻസ്വേഴ്സ് വേവ് ക്യാൻ പ്രൊപ്പഗേറ്റ് ഇൻ ഗ്യാസസ്. ട്രാൻസ്വേഴ്സ് വേവ് ക്യാൻ പ്രൊപ്പഗേറ്റ് ഇൻ ഗ്യാസസ് ആണോ? അല്ല. ട്രാൻസ്വേഴ്സ് വേവ് കൺസിസ്റ്റ് ഓഫ് കംപ്രഷൻസ് ആൻഡ് റെയറിഫാക്ഷൻസ്. അല്ല, കംപ്രഷൻസ് ആൻഡ് റെയറിഫാക്ഷൻസ് ഉള്ളത് എവിടെയാണ്? കംപ്രഷൻസ് ആൻഡ് റെയറിഫാക്ഷൻസ് ഉള്ളത് ഏതിലാണ്? യെസ്, ദേ ആർ ഇൻ ലോഞ്ചിറ്റ്യൂണൽ വേവ്സിലാണ് ഉണ്ടാവുക കേട്ടോ. അതിലുണ്ടാകുന്ന 2 regions ആണ്. ആൻഡ് ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് ക്യാൻ പ്രൊപ്പഗേറ്റ് ഇൻ സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ലോഞ്ചിറ്റ്യൂണൽ വേവ്സിന് സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ് ഇതിലൂടെ മൂവ് ചെയ്യാനായിട്ട് പറ്റും, ഇതിലൂടെ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദിസ് വൺ ഇസ് ദ കറക്റ്റ്. ദാറ്റ് ഇസ് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ബാക്കിയുള്ളൂടെ നോക്കിക്കോളൂ. ഇനി ലോഞ്ചിറ്റ്യൂണൽ വേവ് പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആണോ? അല്ല. ഇഫ് ദ പാർട്ടിക്കിൾസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആണെന്നുണ്ടെങ്കിൽ ദേ ആർ ട്രാൻസ്വേഴ്സ് വേവ്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് വൈബ്രേറ്റ്സ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആണെന്നുണ്ടെങ്കിൽ ആണ് അത് എന്ത് വരിക? ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് വരിക. അപ്പൊ ഇതും ദിസ് വൺ ഇസ് ഓൾസോ റോങ്. Okay, and in longitudinal waves higher density correspond to rarefactions അല്ല. higher density ഉള്ള regions അല്ലെങ്കിൽ high pressure regions എന്ന് പറയുന്നത് എന്തായിരിക്കും? compressions ആണ് വരുന്നുണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ക്ലിയർ ആണ്, സെറ്റ് ആണ്, ഓക്കെ ആണല്ലോ അവിടെ? റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. യെസ്. അപ്പോൾ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആക്ച്വലി നമുക്ക് ചെയ്യാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്യണേക്കാട്ട് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കുഞ്ഞ് ബ്രേക്ക് എടുത്തിട്ട് വന്നോളൂ. എന്നിട്ട് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ആയില്ല ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു കുഞ്ഞ് ബ്രേക്കിന് ശേഷം നമുക്ക് നേരെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ വേഗം ഒന്ന് ചാടിച്ച് ഒന്ന് ഫ്രഷ് എഗെയിൻ ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് വരിക. കാരണം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓൾറെഡി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടയർഡ്. അപ്പോൾ ചെറിയൊരു 15 minutes ഒരു കുഞ്ഞ് ബ്രേക്ക് എടുക്കുക. എന്നിട്ട് വേഗം ഒന്ന് ഫ്രഷ് ആയിട്ട് എഗെയിൻ ഫുൾ ഓൺ എനർജി, ഫുൾ ഓൺ പവർ തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് സുഖമായിട്ട് ചെയ്യാം. ഓക്കെ, യെസ്. എടാ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല, ഇന്നത്തെ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കില്ല കേട്ടോ, നാളെ മാറ്റുണ്ടാവും. ഓക്കെ.
ഓക്കെ റെഡി? യെസ്, വെൽക്കം ബാക്ക്. യെസ്, നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ റെഡി? യെസ്. സോ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ചായ കുടിച്ച് നിങ്ങൾ ഫുൾ ഓൺ എനർജി, ഫുൾ ഓൺ പവറിൽ അഗെയിൻ തിരിച്ചു വന്നിരിക്കുകയായിരിക്കുന്നു വിചാരിക്കണു, പൂർവാധികം ശക്തിയോടുകൂടെ അല്ലേ? യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകടാ. അടുത്ത ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കുക. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. യെസ്, the electric dipole on dipole moment P is placed in uniform external electric field, then the torque experienced by the dipole is vector E cross vector P. Vector E cross vector P അല്ല, ആക്ച്വലി ടോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോർക്കിന്റെ ഇക്വേഷൻ എന്താ വരിക? ടോർക്ക് ടോ is equal to വെക്ടർ P ക്രോസ് വെക്ടർ E ആണ് വേണ്ടത് കേട്ടോ. അവിടെ ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതായത് E ക്രോസ് P ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഡയറക്ഷൻ ചേഞ്ച് ആവും. അപ്പോൾ ഡയറക്ഷൻ ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ്. therefore P cross E ആണ് വേണ്ടത് കേട്ടോ. ഓക്കെ, യെസ്, therefore this one is wrong. അത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്കുക. ടോർക്ക് is 0 if P is perpendicular to E. ഇവിടെ PE sin θ അല്ലേ? PE sin θ അല്ലെങ്കിൽ P cross E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടോർക്ക് is equal to PE sin θ ആണ് വരിക. P cross E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PE sin θ ആണ്. അപ്പൊ ആക്ച്വലി ഇവിടെ തീറ്റ പെർപെൻഡിക്കുലർ ആവുന്ന സമയത്ത്, P പെർപെൻഡിക്കുലർ ടു E ആവുന്ന സമയത്ത് എന്താ വരിക? sin 90 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ sin 90ന്റെ വാല്യൂ വിച്ച് ഇസ് ഈക്വൽ ടു 1. അതായത് ടോർക്കിന്റെ വാല്യൂ PE ആണ് വരിക. ദാറ്റ് ഇസ് മാക്സിമം പൊട്ടൻഷ്യൽ, മാക്സിമം ടോർക്ക് ആണ് വരിക കേട്ടോ. അതിന്റെ വാല്യൂ മാക്സിമം ആണ് കിട്ടുന്നുണ്ടാവും. അപ്പൊ എന്തായാലും 0 എന്ന് പറയുന്നത് ഇസ് ഓൾസോ റോങ്. Okay, yes, and torque is maximum if P is perpendicular to E. അത് കറക്റ്റ് ആണ് അല്ലെ? പിയും ഇയും പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ it is maximum ആയിരിക്കും വരിക, ടോർക്ക് മാക്സിമം ആയിരിക്കും വരിക. therefore option E C is the right answer. option C ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കുക. Okay, ready? Then potential energy is maximum if P is parallel to E. Okay, potential energy ന്റെ ഇക്വേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈനസ് പി ഡോട്ട് ഇ ആണ്. മൈനസ് പി ഡോട്ട് ഇ ആണ് വരിക. അവിടെ ദാറ്റ് ഇസ് മൈനസ് പി ഇ കോസ് തീറ്റ ആണ് അല്ലെ? മൈനസ് പി ഇ കോസ് തീറ്റ ആണ്. അതായത് തീറ്റ ഇത് പാരലൽ ആയിട്ടിരിക്കുക, പിയും ഇയും പാരലൽ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി ഇ കോസ് 0 വരും. കോസ് 0 ഇസ് ഈക്വൽ ടു 1 ആണ്. പക്ഷെ ഇവിടെ മൈനസ് പി ഇ ആണെന്നുള്ളതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജി വിൽ ബി മിനിമം ആയിരിക്കും. അപ്പൊ ഇത് മാക്സിമം എന്ന് പറയുന്നത് ഓൾസോ റോങ് ആണ്. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഇസ് മാക്സിമം ഇഫ് പി ഇസ് പെർപെൻഡിക്കുലർ ടു ഇ. പിയും ഇയും പെർപെൻഡിക്കുലർ ആവുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവില്ല. കോസ് 90ന്റെ വാല്യൂ 0 ആയിരിക്കും. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഇവിടെ മിനിമം ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി വിൽ ബി 0. പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? 0 ആയിരിക്കും കേട്ടോ പെർപെൻഡിക്കുലർ ആവുന്ന സമയത്ത്. ഓക്കെ, സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. റെഡി? ക്ലിയർ? ഓക്കെ ആണ്, സെറ്റ് ആണ് എന്ന് വിചാരിക്കണു. നല്ലതാണോ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടൂല മാക്സിമം എത്ര ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. The deflection of a moving coil galvanometer is deflection, that is phi ന്റെ value which is directly proportional to torsional constant of the spring. സ്പ്രിങ്ങിന്റെ torsional constant directly proportional ആണ് എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം phi is equal to അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ phi എന്ന് പറയുന്നത് എങ്ങനെ ഡിപ്പെൻഡന്റ് ആയിരിക്കും? നിങ്ങൾക്കറിയാം ഈ ടോർക്ക് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന കൗണ്ടർ ടോർക്ക് ഡെവലപ്പ് ചെയ്യും. ആ ടോർക്ക് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആൻഡ് പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ടോയ്സ് പ്രൊപ്പോർഷണൽ ടു ഫൈ. അങ്ങനെയാണെങ്കിൽ ടോയ്സ് ഈക്വൽ ടു കെ ഫൈ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയുക. അങ്ങനെയാണെങ്കിൽ ടോർഷണൽ കോൺസ്റ്റന്റ് ആണ് കെ എന്ന് പറയുന്നത്. കെ ഇസ് ഈക്വൽ ടു ടോ ബൈ ഫൈ. അതായത് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നതും ടോർഷണൽ കോൺസ്റ്റന്റും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആ വരിക. Okay, yes, then it is independent of the torsional constant of the spring. Torsional constant depend ചെയ്യുന്നേ ഇല്ല എന്ന് പറയുന്നത് this is also wrong ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. It is inversely proportional to area of the coil. Area of the coil inversely proportional. നമുക്കറിയാം ടോർക്കിന്റെ ഇക്വേഷൻ ടോ is equal to അല്ലെങ്കിൽ phi is equal to ഡിഫ്ലക്ഷൻ phi is equal to നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്രൂഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ ഈ ഒരു സംഭവത്തിന് അല്ലെങ്കിൽ ഒരു കോയിലിനെ എടുത്തിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണെങ്കിൽ അവിടെ ടോർക്ക് ഡെവലപ്പ് ചെയ്യും. ആ ടോർക്കിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ടോർക്ക് ടോ is equal to NAB sin θ ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? NAB sin θ ആയിരുന്നു ഉണ്ടായിരുന്നുണ്ടാവുക. ആൻഡ് ഇതിൽ നിന്നും ഓൾസോ ഇവിടെ എന്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും? ഒരു ടോർഷണൽ ടോർക്ക് ഡെവലപ്പ് ചെയ്യുന്ന കാരണം ടോ is equal to K phi എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദെൻ നമുക്ക് അറിയാം രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ K phi is equal to NAB sin θ ആണ്. ഓക്കെ, that is MB sin theta, tau is equal to MB sin theta, tau is equal to MB sin theta ആണ്. അതെന്നാണ് നമ്മൾ എന്താക്കിയിട്ട് മാറ്റി എഴുതുന്നത്. n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ
എം ഇസ് ഈക്വൽ ടു ഐ എ കൊടുത്തിട്ട് എൻ ഐ എ ബി സൈൻ തീറ്റ കേട്ടോ. യെസ്, എൻ ഐ എ ബി സൈൻ തീറ്റ ആയിരിക്കും വരാം. പോലെ ഇവിടെയും എൻ ഐ എ ബി സൈൻ തീറ്റ ആയിരിക്കും വരാം. ഓക്കെ, ദെൻ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഫൈൻ്റെ ഇക്വേഷൻ കിട്ടി. ഫൈ ഇസ് ഈക്വൽ ടു ഇതിന്റെ വാല്യൂ മാക്സിമം ആവുന്ന സമയത്ത് സൈൻ തീറ്റന്റെ വാല്യൂ 90 ഡിഗ്രി ആവുന്ന തീറ്റന്റെ വാല്യൂ 90 ഡിഗ്രി ആവുന്ന സമയത്ത് സൈൻ തീറ്റന്റെ വാല്യൂ എന്തായിട്ട് മാറും? മാക്സിമം വാല്യൂ ആയിട്ട് മാറും. ദാറ്റ് ഇസ് 1 ആയിട്ട് മാറും. വിച്ച് ഇസ് ഈക്വൽ ടു ഇങ്ങനെയായിരിക്കും നമ്മുടെ വാല്യൂ വരും. ഓക്കെ ഓക്കെ യെസ്. എന്നിട്ട് നമുക്ക് ഫൈൻ്റെ വാല്യൂ കിട്ടിയായിരുന്നു. ദാറ്റ് ഇസ് നാബ് ബൈ കെ ഇൻറ്റു ഐ. ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ വരിക. ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ ദാറ്റ് ഇസ് നാബ് ബൈ കെ ഇൻറ്റു ഐ എന്ന് പറയുന്നതാണ് ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ വരിക. ഇത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണോ? ഫൈ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലെ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും വരാം. ആൻഡ് ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞിട്ടല്ല, അത് ഇറ്റ് ഇസ് ഓൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് വരിക. ദിസ് വൺ ഇസ് ഓൾസോ റോങ്. ഇതും റോങ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ. നമ്പർ ഓഫ് ടേൺസിന് എങ്ങനെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ദിസ് വൺ ഇസ് ദ റൈറ്റ് ഓപ്ഷൻ. ഇ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ ഓക്കെ ക്ലിയർ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോടാ? ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്? റെഡി? യെസ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞിട്ട് വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ നമ്പർ ഓഫ് ടേൺസ്, ദാറ്റ് ഇസ് ഓപ്ഷൻ ഇ ഇസ് ദ റൈറ്റ് ആൻസർ. റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്. When a magnetic field is applied on a stationary electron, it remains stationary. It spins about its own axis, moves in the direction of the field, moves perpendicular to the direction of the field, and moves opposite to the direction of the field. ഒന്നുമില്ല, നമ്മളൊരു സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിനെ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ എടുത്തിട്ട് നമ്മൾ എന്തിലേക്ക് വെക്കുകയാണ്? യെസ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വേണമെന്ന് പ്ലേസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഞാൻ എന്ത് ചെയ്യണടാ? ഒരു ഇലക്ട്രോണിന് അല്ലെങ്കിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ ഞാൻ കൊണ്ടുവന്ന് വെക്കുകയാണ്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് അത് മൂവ് ചെയ്യണില്ല, സ്റ്റേഷനറി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വെലോസിറ്റി 0 ആയിരിക്കും. നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, ഫോഴ്സിന്റെ വാല്യൂ ഉണ്ടെങ്കിൽ ഫോഴ്സിന്റെ വാല്യൂ എന്തായിരിക്കും? മാഗ്നറ്റിക് ഫോഴ്സിന്റെ വാല്യൂ ദാറ്റ് ഇസ് എഫ് ഇസ് ഈക്വൽ ടു QVB സൈൻ തീറ്റയാണ് അല്ലെ? QVB സൈൻ തീറ്റയാണ്. ഇപ്പൊ അത് മൂവ് ചെയ്യണില്ലെങ്കിൽ, സ്റ്റേഷനറി ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? യെസ്, മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവില്ല. ഫോഴ്സും 0 ആയിരിക്കും കിട്ടുക. അല്ലേ? യെസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് റിമെയിൻസ് സ്റ്റേഷനറി അല്ലെ? അത് സ്റ്റേഷനറി ആയിട്ട് തന്നെയായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈഡ് ഓൺ സ്റ്റേഷനറി ഇലക്ട്രോണിന് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മോഷൻ ആവില്ല. അല്ലെങ്കിൽ നമ്മൾ പറയും, ഇപ്പോൾ മൂവ് ആണ് വിത്ത് ആൻ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ സർക്കുലർ പാത്ത് ആണ്, വിത്ത് ആൻ ആർബിട്രറി ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു ഹെലിക്കൽ പാത്ത് ആണ്. ആൻഡ് ഇറ്റ് ഇസ് പാരലൽ ഓർ ആന്റി പാരലൽ ആയിട്ടാണ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലീനിയർ പാത്ത് ആണെന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ അത് സ്റ്റേഷനറി ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഓൾസോ റിമെയിൻ സ്റ്റേഷനറി. അത് എന്തായിട്ട് നിൽക്കും? സ്റ്റേഷനറി ഇലക്ട്രോണിലേക്ക് അല്ലെങ്കിൽ വെലോസിറ്റി ഇല്ലാത്ത ഇലക്ട്രോണിലേക്ക് ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ടാവില്ല? മൂവ് ചെയ്യുന്നുണ്ടാവില്ല കേട്ടോ. ഓക്കെ, ദ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, യെസ്. Then next question നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? Einstein was awarded the Nobel Prize for his work on photoelectric effect, special theory of relativity, Brownian motion, general theory of relativity and quantum theory. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക? യെസ്, ദാറ്റ് ഇസ് photoelectric effect. Photoelectric effect ആണ് അദ്ദേഹത്തിന് നൊബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരിക്കുക. ദാറ്റ് ഇസ് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Yes. A particle of mass m and charge q with an initial velocity subjected to a uniform magnetic field b along the vertical direction. Magnetic field is along the vertical direction. Then the particle will. അത് നോക്കി വെക്കുക കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ഒരു പാർട്ടിക്കിൾ എം മാസിൽ ഒരു പാർട്ടിക്കിൾ ക്യൂ ചാർജ് ആണുള്ളത്. ഇനീഷ്യൽ വെലോസിറ്റി v ആണ്. അത് എന്ത് ചെയ്യണം? യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വെക്കണം. ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് അലോങ് ദ വെർട്ടിക്കൽ ഡയറക്ഷനിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കിൾ വിൽ ഫോളോ എ സർക്കുലർ പാത്ത് ഇഫ് b is along the vertical direction. അതായത് വെലോസിറ്റി അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ q എന്ന് പറയുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് along the vertical ഡയറക്ഷനിലേക്കാണ് എന്നുണ്ടെങ്കിൽ അത് സർക്കിൾ അടിച്ച് പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സർക്കിൾ അടിച്ച് പോവോടാ? പോവില്ല. കാരണം എന്താണെന്നറിയോ? യെസ്, ഇവിടെ വിയും വെർട്ടിക്കൽ ഡയറക്ഷനിലേക്കാണ്, മാഗ്നറ്റിക് ഫീൽഡും വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്. സോ പാരലൽ ആയിട്ടായിരിക്കും വരിക. പാരലൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത് സർക്കുലർ പാത്ത് അല്ല. അവിടെ വേണ്ടത് ഏത് പാത്താണ്? യെസ്, ലീനിയർ പാത്താണ്. ഓക്കെ, ദിസ് വൺ ഇസ് റോങ്. ഇത് റോങ് ആണ്.
Okay, the next one എന്താണ്? Make helical motion if V is along the horizontal direction. V along horizontal direction ലൂടെ ആണെന്നുണ്ടെങ്കിൽ, അതായത് magnetic field perpendicular ആണ്, means magnetic field along the vertical direction and V is along the vertical direction. So അങ്ങനെയാണെന്നുണ്ടെങ്കിൽ horizontal direction. So അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി വരുമ്പോൾ helical path അല്ല, അവിടെ വേണ്ടത് ഏതാണ്? Circular path ആണ് അല്ലേ? അവിടെ വേണ്ടത് it is circular path ആണ് വേണ്ടത്. Therefore this one is also wrong. ഇത് എന്താണ്? Wrong ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. Okay, yes. And make a helical motion if V is neither parallel nor orthogonal to B. ഈ orthogonal എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് മനസ്സിലാക്കി വെച്ചോ. orthogonal എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ തന്നെയാണ് അർത്ഥം വെക്കുന്നത് കേട്ടോ. orthogonal അല്ലെങ്കിൽ നോർമൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർപെൻഡിക്കുലർ തന്നെയാണ് മീൻ ചെയ്യണേ. ഓക്കെ, അപ്പൊ പെർപെൻഡിക്കുലർ ആയിട്ടും അല്ല, മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ടും അല്ല, മാഗ്നറ്റിക് ഫീൽഡ് പാരലൽ ആയിട്ടും അല്ല പോകുന്നതെന്ന് വിചാരിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ അല്ല, മാഗ്നറ്റിക് ഫീൽഡ് പാരലൽ ആയിട്ടും അല്ല ഈ ഒരു ചാർജ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? വിച്ച് സെൻറ്റർ അറ്റ് ആൻ ആർബിട്രറി ആംഗിൾ അല്ലെ? ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഒരു ആർബിട്രറി ആംഗിളിലായിരിക്കും. ആർബിട്രറി ആംഗിളിലാണെന്നുണ്ടെങ്കിൽ യെസ് നമുക്ക് പറയാം ആ വെലോസിറ്റിക്ക് രണ്ട് കമ്പോണൻസ് ഉണ്ട്. അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റും ഉണ്ടായിരിക്കും, വെർട്ടിക്കൽ കമ്പോണന്റും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ along the direction of the magnetic field ഉണ്ടായിരിക്കും and perpendicular to the direction of magnetic field ഉള്ള കമ്പോണൻസും ഉണ്ടായിരിക്കും. അപ്പോൾ perpendicular to the direction of magnetic field കാരണം അതിന് എന്തുണ്ടായിരിക്കും? അത് സർക്കിൾ അടിച്ചു പോകും. പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കണം? സർക്കിൾ അടിക്കും. ഓൾസോ ഇവിടെ ഒരു എന്താണ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ആണ്, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ അത് എന്തുണ്ടായിരിക്കും? അതിന് ലീനിയർ പാത്തും ഉണ്ടായിരിക്കും. അപ്പൊ ഇത് രണ്ടും കൂടെ വരും. അത് ആദ്യം സർക്കിൾ അടിക്കും, എന്നിട്ട് ലീനിയർലി മൂവ് ചെയ്യും, സർക്കിൾ അടിക്കും, ലീനിയർലി മൂവ് ചെയ്യും, സർക്കിൾ അടിക്കും, ലീനിയർലി മൂവ് ചെയ്യും. അവിടെ ഉണ്ടാകുന്ന പാത്ത് എന്ത് പാത്തായിരിക്കും? ഹെലിക്കൽ പാത്ത് ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. ഹെലിക്കൽ പാത്ത് ആയിരിക്കും ഉണ്ടായിരിക്കും. സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ടു മേക്ക് എ ഹെലിക്കൽ മോഷൻ if it is neither parallel nor orthogonal to B. അതിന് പാരലലും അല്ല ഓർത്തോഗണലും അല്ല എന്നുണ്ടെങ്കിൽ അത് എന്തുണ്ടായിരിക്കും? യെസ്, അത് സർക്കിൾ അടിച്ചിട്ടാണ് പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, മീൻസ് ഹെലിക്കൽ മോഷനിലായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, then it always makes circular motion ആണോ? അല്ല. it always makes helical motion ആണോ? അല്ല. അതിനനുസരിച്ചിട്ട് ഇപ്പോൾ തീറ്റേന്റെ വാല്യൂ അനുസരിച്ചിട്ട് അതിൽ ചേഞ്ചസ് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരേ ടൈപ്പ് ഓഫ് മോഷൻ ആണ് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. therefore ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കാം. റെഡി, ക്ലിയർ, സെറ്റ് ആണോ? ഓക്കെ ആണോ? യെസ്. then നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. യെസ്, the resistor R1 is equal to 3 ohm ആണ് and R2 is equal to 1 ohm ആണ്. are connected in parallel to a 20 volt battery. അല്ലെ, നമ്മൾ പാരലൽ ആയിട്ട് ഒരു 20 volt ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? പാരലൽ ടു 20 volt battery, then find the heat developed in the resistor R1 in 1 minute. അല്ലെ, റെസിസ്റ്റർ R1 അക്രോസ് ആയിട്ട് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് എത്രയാണ്? in 1 minute ടൈമും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഹീറ്റ് നമുക്ക് അറിയാം, ഇവിടെ കണ്ടുപിടിക്കാനുള്ള V തന്നിട്ടുണ്ടല്ലോ, പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 20 വോൾട്ട് ആണ്. ഓൾസോ R1 ആണ് നമ്മുടെ എടുക്കേണ്ട റെസിസ്റ്റൻസ്, അതിന്റെ വാല്യൂ is 1 ohm ആണ്. അല്ല 1 ohm അല്ല, 3 ohm ആണ് അല്ലെ, 3 ohm ആണ്. ഓൾസോ ടൈം തന്നിട്ടുണ്ട്, T is 1 minute അല്ലെ, T 1 minute ആണ്. 1 minute എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയായിരിക്കും? ദാറ്റ് ഈസ് സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 60 seconds ആയിരിക്കും വരിക. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കുന്നത് ഹീറ്റ് ആണല്ലോ. ഹീറ്റ് H is equal to എന്താ വരിക? H is equal to V square by R into T ആണ്. V square by R into T ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V square എത്രയാ? V എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് 20 ആണ്. 20ന്റെ സ്ക്വയർ ഇട്ട് കൊടുക്കുക. ഡിവൈഡഡ് ബൈ R അല്ലേ? ഡിവൈഡഡ് ബൈ R അല്ലേ? R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് 3 അല്ലേ? 3 ആണ്. ഇൻറ്റു ടൈം എന്ന് പറയുന്നത് എത്രയാണ്? ടൈം 60 seconds ആണ്. ഓക്കെ, യെസ്. അപ്പോൾ 20ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 400 വരും. ഇവിടെ ഉണ്ടാവുന്ന 360 നമുക്ക് ആക്ച്വലി കട്ട് ചെയ്ത് കളയാം, 20 ആയിരിക്കും വരിക. അപ്പോൾ 40 × 20 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8000 വരും. ദാറ്റ് ഈസ് 8000 ജൂൾ ആയിരിക്കും എന്ത് വരിക? യെസ്, നമ്മുടെ ഇവിടുത്തെ ഹീറ്റ് വരിക, ഹീറ്റ് റിലീസ് ചെയ്യുന്ന ഹീറ്റ് എനർജി കിട്ടുക. ഓക്കെ, 8000 ജൂൾ ഇസ് ദ റൈറ്റ് ആൻസർ. സോ 8000 ജൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി, 8000 ജൂൾ ഇസ് ദ റൈറ്റ് ആൻസർ. റെഡി, സെറ്റ് ആണ്, ഓക്കെ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോലോ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ കേട്ടോ. യെസ്, the velocity and acceleration of a particle at performing simple harmonic motion have a steady phase relationship. Then acceleration shows a phase lead over the velocity in radians of. Okay, അപ്പോൾ വെലോസിറ്റിന്റെയും ആക്സിലറേഷനും സിമ്പിൾ ഹാർമോണിക് മോഷനിൽ SHMന്റെ കേസിൽ വെലോസിറ്റിന്റെയും ആക്സിലറേഷന്റെയും റിലേഷൻസ് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷനും വെലോസിറ്റിയും തമ്മിലുണ്ടാവുന്ന ഫേസ് റിലേഷൻ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ സിംപ്ലി എനിക്ക് എക്സിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? അതായത് ഡിസ്പ്ലേസ്മെന്റ്, SHMന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ x is equal to a sin omega t plus phi ആണ് അല്ലെ. x is equal to
A sin omega t plus y ആയിരിക്കും വരാമെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി കിട്ടണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? വി ഇസ് ഈക്വൽ ടു എന്താ വരിക? വിച്ച് ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി അല്ലേ? ഡി എക്സ് ബൈ ഡി ടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും എ ഒമേഗ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞ് ആക്സലറേഷൻ കിട്ടണമെങ്കിൽ അഗൈൻ എന്ത് ചെയ്താൽ മതി? ഇതിന് അഗൈൻ ഈ വെലോസിറ്റിനെ അഗൈൻ എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ അല്ലെങ്കിൽ ഡി വി ബൈ ഡി ടി ചെയ്താൽ മതി. വിച്ച് ഇസ് ഈക്വൽ ടു എന്താ വരിക? യെസ്, ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു dv by dt ആണ്, which is equal to minus a omega square അല്ലേ? മൈനസ്, അതായത് സൈൻ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ഇൻറ്റു ഒമേഗ വേണം വരിക. ദാറ്റ് ഈസ് മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, സോ ഇത് നോക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ നിന്ന് തന്നെ റിലേഷൻസ് കിട്ടും. അതായത് ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും തമ്മിൽ എന്തുണ്ട്? തമ്മിൽ ഒരു പൈ ബൈ ടു ഫേസ് ഡിഫറൻസ് ഉണ്ട്. അതുപോലെ വെലോസിറ്റിയും ആക്സിലറേഷനും തമ്മിൽ എന്തുണ്ട്? ഒരു പൈ ബൈ ടു ഫേസ് ഡിഫറൻസ്. അതായത് സൈനും കോസും വന്നു കഴിഞ്ഞാൽ പൈ ബൈ ടു ഡിഫറൻസ് ആണ്. അതുപോലെ കോസും അടുത്തത് സൈനും, സൈനും കോസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൈ ബൈ ടു ഫേസ് ഡിഫറൻസ് ആയിരിക്കും വരിക. അപ്പൊ സൈനും കോസും പൈ ബൈ ടു, കോസും ഇവിടെ സൈനും പൈ ബൈ ടു. നമ്മൾ ചോദിച്ചിരിക്കുന്നത് വെലോസിറ്റിയും ആക്സിലറേഷനും തമ്മിൽ ഉണ്ടാകുന്ന ഫേസ് ഡിഫറൻസ് അല്ലേ? ദാറ്റ് ഈസ് പൈ ബൈ ടു ഫേസ് ഡിഫറൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. Okay, so acceleration shows a phase lead over velocity by a phase angle of pi by 2 angle. Pi by 2 ആംഗിളിലായിരിക്കും 90 ഡിഗ്രിയിലായിരിക്കും ഫേസ് റിലേഷൻസ് വരിക. ഇനി അതല്ല എൻ്റെ അടുത്ത് എക്സും എയും ആണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ അവിടെ പൈ ഫേസ് ഡിഫറൻസ് വരുള്ളൂ. അവിടെ പൈ ഫേസ് ഡിഫറൻസേ വരുള്ളൂ. കാരണം സൈൻ തന്നെയാണല്ലോ, ഇതിന്റെ സൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് പൈ ഫേസ് ഡിഫറൻസേ വരുള്ളൂ. ഇവിടെയാണെങ്കിൽ പൈ ബൈ ടു പ്ലസ് പൈ ബൈ ടു ഫേസ് ഡിഫറൻസ് ആയിരിക്കും വരിക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? യെസ്, ഓപ്ഷൻ സി, പ്ലസ് പൈ ബൈ ടു ഇസ് ദ റൈറ്റ് ആൻസർ. പൈ ബൈ ടു ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, സിമ്പിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യെസ്, അതിൻ്റെ കുറച്ച് മീൻസ് സിലബസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് മാത്രം. അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്താലേ ഒരു ഐഡിയ കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, which of the following statement is not a property of a nuclear force? ന്യൂക്ലിയർ ഫോഴ്സിന്റെ പ്രോപ്പർട്ടി അല്ലാതെ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇത് ന്യൂക്ലിയർ ഫോഴ്സിന് സ്യൂട്ടബിൾ അല്ലാത്തത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? ഏതാണ് അതിന് സ്യൂട്ടബിൾ അല്ലാത്തത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇറ്റ്സ് ആൻ അട്രാക്റ്റീവ് ഫോഴ്സ്. അട്രാക്റ്റീവ് ഫോഴ്സ് ആണോ? അട്രാക്റ്റീവ് ഫോഴ്സ് ആണോ? യെസ്, ഇറ്റ്സ് ആൻ അട്രാക്റ്റീവ് ഫോഴ്സ്. അത് കറക്റ്റ് ആണ്. ന്യൂക്ലിയർ ഫോഴ്സ് ആൻ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഓക്കെ, ഇറ്റ്സ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്ററാക്ടിങ് ന്യൂക്ലിയോൺസ്. ഇന്ററാക്ട് ചെയ്യുന്ന ന്യൂക്ലിയോൺസിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, യെസ്, അത് കറക്റ്റ് ആണ്. ഇന്ററാക്ട് ചെയ്യുന്ന ന്യൂക്ലിയർ, ഇപ്പോൾ നമുക്കറിയാം അവിടെ ഉണ്ടാവുന്ന ന്യൂക്ലിയർ ഫോഴ്സ് ബിറ്റ്വീൻ ന്യൂട്രോണും ന്യൂക്ലിയർ ഫോഴ്സ് ബിറ്റ്വീൻ പ്രോട്ടോണും ന്യൂക്ലിയർ ഫോഴ്സ് ബിറ്റ്വീൻ പ്രോട്ടോൺ എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും ഉണ്ടായിരിക്കും. അതിന് ചാർജ് ഡിപ്പെൻഡൻസ് കാണിക്കുന്നുണ്ടാവില്ല കേട്ടോ. ഓക്കെ, ആൻഡ് ഇറ്റ്സ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. അത് ലോങ് റേഞ്ച് ഫോഴ്സ് ആണോ? അതല്ല. ഓക്കെ, therefore നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് നോട്ട് എ പ്രോപ്പർട്ടി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് എ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ഇസ് നോട്ട് എ പ്രോപ്പർട്ടി. ഓക്കെ, റെഡി? യെസ്, അപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. അത് ലോങ് റേഞ്ച് ഫോഴ്സ് അല്ല വരിക കേട്ടോ. ന്യൂക്ലിയർ ഫോഴ്സ് ഇസ് എ ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. അത് ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ് ഉണ്ടായിരിക്കുക. ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്, നോൺ സെൻട്രൽ ഫോഴ്സ് ആണ്, ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. അതെല്ലാം കറക്റ്റ് ആണ്. therefore ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. റെഡി? ക്ലിയർ? യെസ്. എടാ, ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ R1 ആൻഡ് R2 പാരലൽ ആണ്. ബട്ട് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ആകെ കൂടെ R1 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അല്ലേ? യെസ്, ഇവിടെ ആണെങ്കിൽ R1 മാത്രമേ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. R1 R2 പാരലൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കും ഓക്കെ അങ്ങനെയാണല്ലോ ചെയ്യേണ്ടതെന്നുള്ളത് ആലോചിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ആകെ കൂടെ R1 അക്രോസ് ആയിട്ടുള്ള കേസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ R1 R2 രണ്ടെണ്ണത്തിനും പാരലൽ ആയിട്ടുള്ള കേസ് എടുക്കാണ്ട് വെറുതെ R1 മാത്രം എടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ആമി ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ്സ് യു നീഡ് ടു റിമൂവ് ഫ്രം ടു ഫോം ആൻ ഐസോട്ടോൺ ഫാമിലി? ഒരു ഐസോട്ടോൺ ഫാമിലി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഏതാണ് റിമൂവ് ചെയ്യേണ്ടത്? അപ്പൊ ഐസോട്ടോണിൽ പെടാത്തത് ആരാണെന്നുള്ളതാണ് ചോദിക്കേണ്ടത്. ഓക്കെ, അപ്പൊ യെസ്, നോട്ട്സ് കിട്ടും കേട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ,
നോക്കാം. ഇപ്പൊ O816 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ആക്ച്വലി ഐസോട്ടോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഐസോട്ടോൺസ് എന്ന് പറയുക. അപ്പൊ ന്യൂട്രോൺ നമ്പർ ഇതിന് ഏതൊക്കെയാണ് സെയിം ആയിട്ടുള്ളത് എന്നുള്ളത് നോക്കി നോക്കുക. എല്ലാത്തിനും ന്യൂട്രോൺ നമ്പർ കണ്ടിട്ട് എന്നിട്ട് അതിൽ ഡിഫറെന്റ് ആയിട്ടുള്ളത് ഏതാണോ അതാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, അപ്പൊ ന്യൂട്രോൺ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്താൽ മതി, മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ ചെയ്താൽ മതി. മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ ചെയ്താൽ മതി. ഓക്കെ, ചെയ്ത് നോക്കാലോ. യെസ്, അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് കേസിൽ നിങ്ങൾ നോക്കുക. ഇവിടുത്തെ കേസിൽ യെസ്, ഇവിടെ ന്യൂട്രോൺ നമ്പർ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ 16 ആണ്. 16 മൈനസ് 8, ഇവിടെ ന്യൂട്രോൺ നമ്പർ 8 ആണ് വരിക. ഓക്കെ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ 15 മൈനസ് 7 ആണ്. 15 മൈനസ് 7 ഇസ് ഈക്വൽ ടു 8 തന്നെയാണ് വരിക. ആൻഡ് അടുത്ത C614 ആണ്. C614ലും യെസ് 14 മൈനസ് 6 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഇതെല്ലാം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് എത്ര വരിക, ഇവിടെയും 8 തന്നെയാണ് വരിക. ആൻഡ് നെക്സ്റ്റ് കേസിൽ അലുമിനിയത്തിന്റെ കേസിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടണമെങ്കിൽ 27 മൈനസ് 13 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 14 ആണ് വരിക, വിച്ച് ഇസ് നോട്ട് ഇൻ ദ ഫാമിലി. അത് ഐസോട്ടോൺ അല്ല, അത് ഐസോട്ടോൺ ഫാമിലിയിൽ വരുന്നതല്ല. ഇപ്പൊ തന്നെ കിട്ടിയല്ലോ. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്, ഓപ്ഷൻ ഡി ആണ്. ഓൾസോ ലാസ്റ്റത്തെയും കൂടെ നോക്കിക്കോളൂ. ഫ്ലൂറിന്റെ കേസിൽ ദാറ്റ് ഇസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് 17 മൈനസ് 9 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 8. അപ്പൊ ഇതിൽ പെടാത്തത്, ഉള്ളിൽ പെടാത്തത് ആരാണ്, ഐസോട്ടോൺ ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ആരെയാണ്, ദാറ്റ് ഇസ് അലുമിനിയം ആയിരിക്കും കേട്ടോ. അലുമിനിയത്തിനെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി as ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, റെഡി, സെറ്റ് ആണ്, ഓക്കെ ആണ്. യെസ്, ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The quantity that has the same dimension as that of gravitational potential is. Gravitational potential അതേ സെയിം ഡയമെൻഷൻ ഫോമുല വരുന്നത് ഇതിൽ ആർക്കാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ ആദ്യം ഡയമെൻഷണൽ ഫോമുല നിങ്ങൾ ആദ്യം കണ്ടുപിടിച്ച് വെക്കുക. എന്നിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ട് ബാക്കി ഓരോന്നിന്റെയും ഡയമെൻഷണൽ ഫോമുലാസ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യുക, കേൾക്കുന്നില്ലടാ, പറയുന്നത് കേൾക്കുന്നില്ലേ? യെസ്, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? നിങ്ങൾക്ക് ഓഡിബിൾ ആണെന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടല്ലോ, പറയുന്നത് കേൾക്കും. ഓക്കെ, ഇപ്പോൾ ഓഡിബിൾ ആണ്. ഓക്കെ, ഫൈൻ. യെസ്, അപ്പോൾ നമുക്ക് ആദ്യം പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് പെർ യൂണിറ്റ് മാസ് ആദ്യം കണ്ടുപിടിക്കുക, ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ വാല്യൂ ദാറ്റ് ഇസ് ml² T⁻² ഡിവൈഡഡ് ബൈ m ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, യെസ് L² T⁻² കിട്ടും. L² T⁻² കിട്ടും. ഓക്കെ, യെസ്. ഇനി എന്ത് ചെയ്യാം, ഇനി എന്താ ചെയ്യേണ്ടത്, അപ്പോൾ അതേപോലെ തന്നെ ബാക്കിയുള്ളതിൻ്റെയും കണ്ടുപിടിക്കുക. അപ്പോൾ ലാറ്റൻ ഹീറ്റിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. L is equal to എന്തായിരിക്കും വരിക, ലാറ്റൻ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ L is equal to Q/m ആണ്. Q എന്നുണ്ടെങ്കിൽ എനർജീൻ്റെ കൊടുക്കുക, ഡിവൈഡഡ് ബൈ m ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ L is equal to ലാറ്റൻ ഹീറ്റിന്റെ ഞാൻ ആദ്യം കണ്ടുപിടിക്കുക. L is equal to Q/m ആണ്, which is equal to Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ കൊടുക്കുക, എനർജീൻ്റെ കൊടുക്കുക, ml² T⁻² ഡിവൈഡഡ് ബൈ m ചെയ്യുക. അതിന്റെ ഡയമെൻഷൻ ഫോമുല എന്തെന്നെയാണ് വരുന്നത്, യെസ് L² T⁻² തന്നെയാണ്. അപ്പോൾ ഇവിടെ തന്നെ കിട്ടി. ബാക്കിയുള്ളതിനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ആദ്യമേ കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് ലാറ്റൻ ഹീറ്റ്, ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് എന്താണ്, ഇമ്പൾസ് ആണ്. ഇമ്പൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ദാറ്റ് ഈസ് ഇമ്പൾസിന്റെ കേസിൽ ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് അല്ലേ, ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ml T⁻² ആണ് അല്ലെ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ടൈം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ml T⁻³ കിട്ടും. ml T⁻³ കിട്ടും. ഓക്കെ, ml T⁻³ കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ അതല്ല വരുന്നത് ആംഗുലാർ ആക്സിലറേഷൻ. എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യുക, ആംഗുലാർ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ് അല്ലെ. അപ്പൊ ആംഗുലാർ വെലോസിറ്റിന്റെ ഡയമെൻഷണൽ ഫോമിൽ എന്തായിരിക്കും വരിക, ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ T⁻⁻1 ഡിവൈഡഡ് ബൈ T ആണ് വരിക, ദാറ്റ് ഇസ് T⁻² വരും. ഇവിടെ T⁻² വരും. ഓക്കെ, ആൻഡ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, വിച്ച് ഇസ് ഈക്വൽ ടു എന്താ വരുന്നുണ്ടായിരിക്കുക, ദാറ്റ് ഇസ് ഹീറ്റ് ഡിവൈഡഡ് ബൈ m into T ആണ് വരിക അല്ലെ. അപ്പൊ ml² T⁻² ഡിവൈഡഡ് ബൈ m into K. അപ്പൊ ml² T⁻² ഡിവൈഡഡ് ബൈ m into K ആണ്. K എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ടെമ്പറേച്ചറിനെയാണ് കൊടുക്കണേ കേട്ടോ. K എന്ന് പറഞ്ഞാൽ കെൽവിൻ ടെമ്പറേച്ചറിനെയാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, m കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ L²
t raised to minus 2 k raised to minus 1 എന്ന് പറഞ്ഞിട്ട് വരും. Then Planck's constant. Planck's constant എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ h ആണ്. h-ന്റെ ഡയമെൻഷണൽ ഫോർമുല എന്തായിരിക്കും വരിക? h-ന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് പെർ അല്ലെങ്കിൽ വർക്ക് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? മാസ് ചെയ്താൽ മതി കേട്ടോ, W/m ചെയ്താൽ മതി. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് വൺ, യെസ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ ml² t raised to L² t raised to minus 2 k raised to minus 1 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഫൈൻ. ദെൻ നെക്സ്റ്റ് വൺ Planck's constant ആണ്. Planck's constant ഈസ് ഈക്വൽ ടു നിങ്ങൾക്കറിയാം h ന്യൂ ആണ്. സോ h is equal to എന്ത് വരും? E/μ വരും അല്ലേ? ഈസ് ഈക്വൽ ടു h ന്യൂ ആണ്. സോ h-ന്റെ ഡയമെൻഷണൽ ഫോർമുല കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? E/μ ചെയ്താൽ മതി. അതായത് E × 1/μ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ E × t ആണ്. അത് ഈ എനർജീൻ്റെയും ടൈമിൻ്റെയും കൂടെ ചെയ്താൽ മതി. എനർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ml² t raised to minus 2 into t ആണ്. അപ്പോൾ ml² t raised to minus 1 എന്ന് വരും. ml² t raised to minus 1. ഓക്കെ, ഓക്കെ, ml² t raised to minus 1 എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, ദെൻ ഇമ്പൾസിന്റെ എന്താടാ? ml t raised to minus 1. യെസ് യെസ് യെസ്, ml t raised to minus 1 ആണ് കേട്ടോ. ml t raised to minus 1. t raised to minus 2 into t raised to 1, that is ml t raised to minus 1. ഓക്കെ ആണ്, ഓക്കെ ആണ്, ഓക്കെ ആണ്. ഓക്കെ, റെഡി? യെസ്. സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇവിടെ ആക്ച്വലി ഏതാ വരിക? ദാറ്റ് ഇസ് ലാറ്റന്റ് ഹീറ്റ് ആണ് വരിക കേട്ടോ. ലാറ്റന്റ് ഹീറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. ലാറ്റന്റ് ഹീറ്റിന് മാത്രം നമ്മൾ നോക്കിയാൽ അതാണ് ഫസ്റ്റ് സംഭവത്തിന് തന്നെ കിട്ടി. ഓക്കെ, ഓക്കെ, റെഡി, ക്ലിയർ, സെറ്റ് ആണ്, ഓക്കെ ആണല്ലോ? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. യെസ്. A particle is executing simple harmonic motion. Okay, particle SHM നെ എക്സിക്യൂട്ട് ചെയ്യാണ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. With amplitude A. Amplitude എന്താണ്? A ആണ്. And when ratio of its kinetic energy to potential energy is 1/4, then its displacement from the main position is. അപ്പോൾ ratio kinetic energy to potential energy ratio തന്നിട്ടുണ്ട്. അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തായിരുന്നു. അതായത് ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള kinetic energy to potential energy ratio ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് സെഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യനിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കാം, ഇവിടെ എന്താണ് റേഷ്യോ തന്നിട്ടുണ്ട് അല്ലെ? kinetic energy to potential energy എത്രയാണ് റേഷ്യോ? which is equal to 1/4 ആണ്. ആൻഡ് kinetic energy ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, which is equal to half k into a² minus x² which is divided by half k x², which is equal to 1/4 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കട്ട് ചെയ്യാനുള്ള സംഗതിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഹാഫ് കെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ a² minus x² divided by x² which is equal to 1/4 എന്ന് പറഞ്ഞിട്ട് വരും അല്ലേ? a² minus x² divided by x² which is equal to 1/4. Okay, that is a² by x² minus x² by x² എന്ന് പറയാം 1 ആണെന്ന് പറയാം, which is equal to 1/4. Okay, so a² by x² which is equal to 1/4 plus 1 ആണ്, that is 5/4 വരും. ഓക്കെ, ഓക്കെ, റെഡി? ദെൻ എനിക്ക് വേണ്ടത് എന്തായിരിക്കും? അവിടെ വേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് x² ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ x² is equal to എന്താ വരിക? x² is equal to a² into 4/5 വരും. 4/5 വരും. അങ്ങനെയാണെങ്കിൽ അതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? x കിട്ടും അല്ലേ? അപ്പോൾ x is equal to ഇതിന്റെ റൂട്ട് എടുക്കുക, ദാറ്റ് is 2/√5 times of amplitude. 2/√5 times of amplitude. 2/√5 times of amplitude. That is option A. Option A is the right answer. Option A ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. 2/√5 times of the amplitude which gives the accelerator, which gives the displacement. Okay, okay, clear, set ആണ്, okay ആണല്ലോ, ready? Then next question നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോടാ. യെസ്. സോ ക്വസ്റ്റ്യൻ നോക്കാം. യെസ്. The ratio of amplitude of two simple harmonic motion represented by the equations y1 and y2 is. Okay, രണ്ട് ഡിസ്പ്ലേസ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഈ ഡിസ്പ്ലേസ്മെന്റുകളുടെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഫസ്റ്റ് വൺ എന്താ തന്നിരിക്കുന്നത്? y1 തന്നിരിക്കുന്നത് നോക്കി നോക്കൂ. y1 is equal to y1 which is equal to 5 sin 2 pi t plus pi/4 ആണ്.
y1 is equal to 5 sin 2 pi t plus pi by 4 ആണ് തന്നിരിക്കുന്നത്. റേഷ്യോ ഓഫ് ദർ ആംപ്ലിറ്റ്യൂഡുകൾ തമ്മിലുണ്ടാകുന്ന റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആംപ്ലിറ്റ്യൂഡ് a1 is equal to എനിക്ക് എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്? 5 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് വണ്ണിന്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. സെക്കൻഡ് വൺ ഡിസ്പ്ലേസ്മെന്റ് എന്താ തന്നിട്ടുള്ളത്? ദാറ്റ് ഇസ് y2 is equal to 2√2 times of sin 2 pi t plus cos 2 pi t. ഓക്കെ, ഇതിന് നമുക്കൊന്ന് ഇതിന്റെ എക്സ്പ്രഷൻ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് എഴുതണം. കാരണം സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്ന ഫോമിലല്ല തന്നിരിക്കുന്നത്. സൈൻ 2 pi t പ്ലസ് കോസ് 2 pi t എന്ന് പറയുന്ന ഫോമിലാണ് നമ്മുടെ ഇക്വേഷൻ തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതിനൊന്ന് എനിക്ക് മാറ്റി എഴുതണമെങ്കിൽ നമ്മൾ എന്താ എഴുതാ? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആദ്യം കണ്ടുപിടിക്കുക. അപ്പൊ റിസൾട്ടിന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് r is equal to എന്ത് ചെയ്യുക? റൂട്ട് ഓഫ് സൈൻ ഓഫ് 2 pi t പ്ലസ് കോസ് 2 pi t കിട്ടാൻ വേണ്ടി റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ചെയ്യാം. ഓക്കെ, റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? റൂട്ട് ഓഫ് 1 പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് 2 വരും കേട്ടോ. അപ്പോൾ r കിട്ടണമെങ്കിൽ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ചെയ്യും. ഇവിടെ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എയും ബിയും രണ്ടിടത്തിനെയും കോയിഫിഷ്യന്റ് എന്ത് തന്നെയാണ്? 1 ആണ്. അപ്പോൾ രണ്ടിടത്തിനും കോയിഫിഷ്യന്റ് 1 ആയതുകൊണ്ട് 1 പ്ലസ് 1 ദാറ്റ് ഇസ് റൂട്ട് 2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ റൂട്ട് 2 ആണ് ഇവിടുത്തെ കോമൺ ആയിട്ട് ഞാൻ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ റൂട്ട് 2 ഇൻ്റെ പുറത്ത് ആരും കൂടി ഉണ്ട്? 2 റൂട്ട് 2 കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് കിട്ടണമെങ്കിൽ എനിക്ക് സെക്കൻഡ് ആംപ്ലിറ്റ്യൂഡ് കിട്ടണമെങ്കിൽ ഈ 2 റൂട്ട് 2 ഉണ്ട് പ്ലസ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്ന സമയത്ത് ഇൻറ്റു റൂട്ട് 2 കൂടെ കൊടുക്കുക. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ 2 റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ദാറ്റ് ഇസ് 2 ഇൻറ്റു 2 ദാറ്റ് ഇസ് 4 വരും. 2 ഇൻറ്റു 2 4 വരും. ഇനി ആംപ്ലിറ്റ്യൂഡ് നമ്മൾ ഇതിനകത്ത് റേഷ്യോ എടുക്കാലോ, a1/a2 എടുക്കാലോ. ദാറ്റ് ഇസ് a1/a2 which is equal to എത്രയാണ്? 5/4 വരും. 5/4 വരും. ഓക്കെ, സോ 5:4 is the right answer. 5:4 that is ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കും. ഓപ്ഷൻ ഡി 5:4 is the right answer. റെഡി, സെറ്റ് ആണ്, ഓക്കെ ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, the displacement of a particle in SHM is x is equal to 10 sin 2t minus pi by 6 meter. When the displacement is 6 meter, velocity of the particle is displacement 6 ആണെന്നുണ്ടെങ്കിൽ velocity എന്തായിരിക്കും എന്നാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? v is equal to എന്താണ്? ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഇവിടെ തന്നിട്ടുള്ള ഇക്വേഷൻ എന്താണ്? x is equal to 10 sin 2t plus 2t minus pi by 6 ആണ്. ഓക്കെ, ഈ ഒരു കേസ് അതായത് a sin ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്ന ഫോമിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ആംപ്ലിറ്റ്യൂഡ് a എന്ന് പറയുന്നത് 10 ആയിരിക്കും ആൻഡ് ഒമേഗ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? 2 ഈക്വൽ ആയിരിക്കും. 5 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മൈനസ് 5/6 ആയിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള സാധനങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് v ആണ് കണ്ടുപിടിക്കേണ്ടത്. വിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒമേഗ എന്ന് പറയുന്നത് എത്രയാണ്? ഒമേഗ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 2 ആണ് അല്ലേ? അപ്പോൾ 2 ഇൻറ്റു റൂട്ട് ഓഫ് a എന്ന് പറയുന്നത് എത്രയാണ്? ആംപ്ലിറ്റ്യൂഡ് 10 ആണ്. സോ 10 സ്ക്വയർ മൈനസ് എക്സ് അവിടെ തന്നിട്ടുണ്ട്. എക്സ് 6 മീറ്റർ എന്നുള്ളത് ഓൾറെഡി തന്നിട്ടുണ്ട്. എക്സ് 6 ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഇസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് 100 മൈനസ് 36. ദാറ്റ് ഇസ് നമുക്കറിയാം 10ഉം 6ഉം വന്നു കഴിഞ്ഞാൽ അടുത്ത കോമ്പിനേഷൻ ഏത് എഴുതണം? 8 എഴുതണം. അപ്പോൾ ഓൾറെഡി അങ്ങനെ അറിയുന്നവർ അങ്ങനെ എഴുതി വയ്ക്കുക. അല്ലെങ്കിൽ ഇതെങ്ങനെ ബാക്കിയുള്ള എന്നുള്ള സംഭവം ഒന്ന് നോക്കിക്കോളൂ. സിമ്പിൾ ആയിട്ട് എഴുതാം. അപ്പോൾ 100 മൈനസ് 36 ദാറ്റ് ഇസ് റൂട്ട് 64 ദാറ്റ് ഇസ് 8 ആയിരിക്കും വരിക. അപ്പോൾ 2 ഇൻറ്റു 8 എത്ര വരും? 16 വരും. അപ്പോൾ 16 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കും കേട്ടോ. 16 മീറ്റർ പെർ സെക്കൻഡ് ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ ഇതിൻ്റെ അവിടെ വാല്യൂ ഇല്ല. ഓക്കെ, അപ്പോൾ സി ആയിരിക്കും വരിക കേട്ടോ. Okay, therefore option C 16 is the right answer. Option C ആണ് നമ്മുടെ correct ആയിട്ടുള്ള ആൻസർ വരിക. 16 is the right answer. Ready? Clear? Okay, set? Okay, then next questionലേക്ക് പോകാലോ. അടുത്ത question നോക്കിക്കോളൂ. Yes. The bulk modulus of a liquid of density 8000 kg per meter cube is 2 into 10 raised to 9 Newton per meter square ആണ്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ദാറ്റ് ലിക്വിഡ് അവിടെ സ്പീഡ് ഓഫ് സൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്പീഡ് ഓഫ് സൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. v is equal to റൂട്ട് ബി ബൈ റോ ആണ് അല്ലെ? റൂട്ട് ഓഫ് ബൾക്ക് മോഡുലസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ആണ് നമ്മൾ ചെയ്യുക. മീൻസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഡിവൈഡ് ബൈ ഡെൻസിറ്റി ആണ് ചെയ്യുക. അപ്പോൾ y ആണെന്നുണ്ടെങ്കിൽ സോളിഡ് ആണെന്നുണ്ടെങ്കിൽ റൂട്ട് ഓഫ് y ബൈ റോ ചെയ്തേനെ. ഇവിടുത്തെ കേസിൽ b ബൈ റോ ചെയ്യാം. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ബൾക്ക് മോഡുലസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ബിന്റെ വാല്യൂ എത്രയാ? 2 into 10 raised to 9 ആണ്.
ആൻഡ് ഡെൻസിറ്റി തന്നിട്ടുണ്ട് അല്ലേ. ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 8000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, അപ്പൊ 8000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് തന്നിട്ടുള്ളത്. സോ സ്പീഡ് ഓഫ് സൗണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, സിംപ്ലി ഇതിന്റെ ഇക്വേഷനിൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോടാ. യെസ്, അപ്പൊ വെറുതെ എന്ത് ചെയ്യുക, റൂട്ട് ബി ബൈ റോയില് നേരെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇപ്പൊ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് എന്ത് വരും യെസ്, റൂട്ട് ഓഫ് ബി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 2 × 10⁻⁹ ആണ്, ഡിവൈഡഡ് ബൈ 8000 അല്ല, അതിന് ഞാൻ 8 × 10⁻³ എന്നിട്ട് കൊടുക്കുകയാണ്. ബുദ്ധിമുട്ടില്ല. സോ അങ്ങനെയാണെങ്കിൽ 10⁻³ 10⁻⁹ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ദാറ്റ് ഇസ് 6 വരും. ആൻഡ് 2/8 ചെയ്യുന്ന സമയത്ത് 1/4 വരും. അപ്പൊ 10⁻⁶ റൂട്ട് 10⁻⁶ ഡിവൈഡഡ് ബൈ 4 വരും. റൂട്ട് 10⁻⁶ ഡിവൈഡഡ് ബൈ 4 വരും. ഓക്കെ, ദാറ്റ് ഇസ് 10⁻³ 10⁻³ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000/2000/2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് 500 അല്ലേ, 500 ആയിരിക്കും വരിക. 500 മീറ്റർ പെർ സെക്കൻഡ് ഇസ് ദ റൈറ്റ് ആൻസർ. 500 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, therefore 500 meter per second, that is option E. Option E is the right answer. Ready? Clear? Set ആണ്. Okay, then next question ലേക്ക് പോകാം. അടുത്ത question നോക്കിക്കോളൂ. In an LCR circuit, the impedance is equal to reactance. Impedance reactance നോട് equal ആണോ? Impedance is equal to reactance അല്ല. Okay, and the ratio between the effective voltage to effective current is called reactance. Effective voltage to effective current, അതായത് V by I ചെയ്ത് കഴിഞ്ഞാൽ reactance നോട് equal ആണ്. At resonance, resistance is equal to reactance, and the current flowing is called wattless current, and the resonance at resonance the net reactance is 0. ഓക്കെ, ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ റെസൊണൻസ് LCR സർക്യൂട്ട് അണ്ടർ റെസൊണൻസ് കണ്ടീഷൻ ആണ് നമ്മുടെ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാം, അറ്റ് റെസൊണൻസ് നെറ്റ് റിയാക്ടൻസ്, ടോട്ടൽ റിയാക്ടൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റന്റെ ആൻസർ വരുന്നുണ്ടാവുക. ഓക്കെ, റെഡി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റനിൽ എന്താ, സിമ്പിൾ ആയിട്ട് ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ, മീൻസ് ഇന്നത്തെ സെഷനിൽ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റൻ. സിമ്പിൾ ആയിട്ട് നിങ്ങൾ തന്നെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. Question നോക്കുക. An AC source of voltage is equal to 20 sin 100t, which is connected across a resistance of 20 ohm. Okay, 20 ohm ആണ് റെസിസ്റ്റൻസ് തന്നിരിക്കുന്നത്. എത്രയാടാ? 20 ohm ആണ് അല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, the value of current in the circuit is, സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കറണ്ടിന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. യെസ്, കറണ്ടിന്റെ വാല്യൂ I കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ IRMS is equal to, എനിക്ക് എന്ത് ചെയ്താൽ മതി, VRMS ഡിവൈഡഡ് ബൈ അവിടെ ഉണ്ടാവുന്ന ഇംപിഡൻസ് ചെയ്താൽ മതി. ഇവിടെ AC വോൾട്ടേജ് തന്നിട്ടുണ്ട്, കണക്റ്റഡ് അക്രോസ് റെസിസ്റ്റൻസ് ആണ്, അതുകൊണ്ട് റെസിസ്റ്റൻസ് R ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ആൻഡ് VRMS കണ്ടുപിടിക്കാം. നമുക്ക് തന്നിരിക്കുന്നത് E ന്റെ എക്സ്പ്രഷൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, VRMS കണ്ടുപിടിക്കാം. ബിക്കോസ് E is equal to 20 sin 100t ആണല്ലോ. സോ VRMS which is equal to നിങ്ങൾക്ക് അറിയാം എന്താണ്, V0/√2 ആണ്. therefore 20/√2 വരും അല്ലെ, 20/√2 വരും. ഓക്കെ, ആൻഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ തന്നിരിക്കുന്നത് എത്രയാണ്, 20 ohm ആണ് അല്ലെ. റെസിസ്റ്റൻസ് R is equal to 20 ohm അല്ലേ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താ വരിക, that is IRMS which is equal to VRMS എന്ന് പറയുന്നത് 20/√2 ഡിവൈഡഡ് ബൈ 20 കൊടുക്കുക. 20/√2 ഡിവൈഡഡ് ബൈ 20 കൊടുക്കുക. സോ 20 ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ 1/√2 ആംപിയർ കൊണ്ട് വരും. 1/√2 ആംപിയർ കൊണ്ട് വരും. ഇത് ഡിഫറെന്റ് മെത്തേഡ്സിൽ ചെയ്യാം കേട്ടോ, ഡിഫറെന്റ് മെത്തേഡിൽ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം I0 കണ്ടുപിടിച്ചിട്ട് പിന്നെ I0/√2 ചെയ്യാം. I0 കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നുമില്ല, നേരെ V0/√2 ചെയ്താൽ മതി. അതായത് 20/√2 ചെയ്യാം. അത് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താലും മതി. 20 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, IRMS കിട്ടും. ഓക്കെ, ആ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്, ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 20/20 ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. 1/√2 ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. ഓക്കെ, 1/√2 ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ട് മെത്തേഡ് വേണമെങ്കിൽ ആ മെത്തേഡ് കൂടി ഞാൻ ഒന്ന് എഴുതി തരാം. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടത് വേറെ സെക്കൻഡ് മെത്തേഡ്, പല മെത്തേഡ്. ഈ ഓൾട്ടർനേറ്റീവ് കറന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിഫറെന്റ് മെത്തേഡിൽ ആക്ച്വലി നിങ്ങൾക്ക് ഫൈനലി ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ആദ്യം I0 കണ്ടുപിടിക്കാം. I0 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, V0/R ചെയ്താൽ മതി. V0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്, 20 ആണ്. അപ്പോൾ 20/20 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും വരിക, 1 ആംപിയർ ആയിരിക്കും വരിക. ആൻഡ് IRMS കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, വിച്ച് ഇസ് ഈക്വൽ ടു I0/√2 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1/√2 ആംപിയർ. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, രണ്ട് മെത്തേഡും യൂസ് ചെയ്യാം. ഓക്കെ, therefore നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ വരിക, ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ഓപ്ഷൻ ഇ, ദാറ്റ് ഈസ് 1/√2 ആംപിയർ ഇസ് ദ റൈറ്റ് ആൻസർ.
ഓക്കെ റെഡി ക്ലിയർ. അപ്പൊ ഇത്രയേ ഉള്ളൂ. സോ അഗൈൻ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് മക്കളെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു, നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കിയുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആക്ച്വലി ചെയ്യാം, അടുത്ത വരുന്ന ലൈവുകളിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ എല്ലാ മക്കളും നാളെ കറക്റ്റ് നമുക്ക് ആക്ച്വലി മോർണിംഗ് നിങ്ങൾക്ക് ലൈവ് ഉണ്ടായിരിക്കും. മോർണിംഗ് 8 AM നിങ്ങൾക്ക് ലൈവ് ഉണ്ടായിരിക്കും. അപ്പോൾ മോർണിംഗ് 8 കറക്റ്റ് ടൈമിൽ തന്നെ എല്ലാ മക്കളും ജോയിൻ ചെയ്യാം. മോർണിംഗ് 8 to 9 നിങ്ങൾക്ക് ഫിസിക്സ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ റെഡി യെസ്. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കി നോക്കുക. എക്സാം എല്ലാ മക്കളും അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് പോയിട്ട് എഴുതാനായിട്ട് പറ്റട്ടെ എന്നുള്ളത് യെസ് മിസ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. സോ നിങ്ങൾ ആക്ച്വലി ഒരുപാട് പേര് ആക്ച്വലി എന്താണ് ഡെയിലി വരുന്ന മക്കളുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട് എന്നുള്ളത് മിസ്സിന് അറിയാം. അപ്പോൾ നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടിയിരിക്കും. നിങ്ങൾ എത്രയൊക്കെ നിങ്ങൾ എന്താണ് ട്രൈ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാണ്ട് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടോ, അതിന്റെ റിസൾട്ട് ഉറപ്പായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തും അല്ലെ. ഒരിക്കലും ഒരാൾക്കും എല്ലാ സംഗതികളും എന്ത് ചെയ്യുന്നില്ല, വളരെ ഈസി ആയിട്ട് കിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ഒരു സംഭവത്തിന് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് വരും. ഓക്കെ, വൺസ് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിരിക്കും കേട്ടോ. ഓക്കെ റെഡി. അപ്പൊ മിസ്സിന്റെ ലൈഫ് ഒന്ന് മിസ് എടുത്ത് പറയുകയാണ്. അപ്പോൾ ഇതേപോലെ കുറേ കാര്യങ്ങളിൽ നമുക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതോടും അല്ലെങ്കിൽ നമ്മൾ ഗിവ് അപ്പ് ചെയ്യാണ്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മിസ്സിന്റെ ലൈഫ് എന്ന് മിസ് പറയുകയാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിന്റെ റിസൾട്ട് വൺസ് നിങ്ങൾക്ക് വന്നിരിക്കും. ഓക്കെ യെസ്. അപ്പൊ എല്ലാ മക്കളും അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, എക്സാം അടിപൊളിയായിട്ട് തന്നെ എഴുതുക. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ടാറ്റ ബൈ ബൈ, ലവ് യു ഓൾ, താങ്ക് യു.